മ്യൂട്ടാണ്. മാറ്റണം കേട്ടോ, അൺമ്യൂട്ട് ചെയ്യേ. ഹായ് എവരി വൺ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ല എല്ലാവരും? സുഖം. ഇലക്ഷനൊക്കെ കഴിഞ്ഞു, വോട്ടെടുപ്പൊക്കെ കഴിഞ്ഞു അല്ല, എല്ലാവരും സുഖമായിട്ട് ഹാങ് ഓവർ ഒക്കെ മാറിയോ എല്ലാവരുടെയും? യെസ് യെസ്. യെസ് യെസ് മാറി. അപ്പൊ അപ്പൊ ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താം. ഞാൻ റാണി വിനോദ്. ഇപ്പൊ താമസിക്കുന്നത് ബാംഗ്ലൂരാണ്. എറണാകുളം ജില്ലയിലെ മൂത്തോന്ന് എന്ന സ്ഥലമാണ് എൻ്റെത്. ട്രെയിനേഴ്സ് ട്രെയിനിയുടെ 22nd ബാച്ചിലെ ഒരു മെമ്പറാണ്. ഇവിടെ വിംബിൾ അക്കാഡമിയുടെ കീഴിൽ ഇപ്പോൾ ഞാനൊരു 3-4-5 കോഴ്സുകളായി ചെയ്യുന്നത്. അപ്പോൾ വളരെ നല്ലൊരു പ്ലാറ്റ്ഫോം, ഇഷ്ടം പോലെ നമുക്ക് ട്രെയിനേഴ്സിനായാലും സ്റ്റുഡൻസിനായാലും ഒരുപാട് ഓപ്പർച്യൂണിറ്റി നൽകുന്ന നല്ലൊരു ഫൈസൽ സാർ ഒരുക്കി വെച്ചിരിക്കുന്ന നല്ലൊരു പ്ലാറ്റ്ഫോം, അങ്ങനെ തന്നെ വേണം പറയാനായിട്ട്. പിന്നെ എനിക്ക് ഈ ട്രെയിനേഴ്സ് ട്രെയിനിങ് എന്ന പ്രോഗ്രാമിലേക്ക് വരാനായിട്ട് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പൊ ആ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിക്കും കുറച്ചും കൂടെ മെച്യൂർ ആയിട്ട് നമുക്ക് എങ്ങനെ ബിഹേവ് ചെയ്യാൻ പറ്റും, അതിൽ അല്ലെ കുറച്ചും കൂടെ നന്നായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള തോന്നലാണ് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ട്രെയിനർ ആവാനുള്ള കാരണം. എന്നെ തന്നെ ഒന്ന് ട്രെയിൻ ചെയ്തെടുത്തിട്ട് മറ്റുള്ളവരെ കൂടെ ട്രെയിൻ ചെയ്യിപ്പിക്കാമല്ലോ, ഇതൊക്കെയായിരുന്നു എന്റെ ഉദ്ദേശം കേട്ടോ. അപ്പോ നമ്മളിപ്പോ നമ്മൾ കൂടുതൽ ഫേസ് ചെയ്യുന്നത് നമ്മളുടെ ഈ കുട്ടികളെ ടേൺ ചെയ്യുന്നതിലാണ്, അല്ലെ ട്യൂൺ ചെയ്തെടുക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ശരിക്കും ഒരു പാരന്റ് എന്ന നിലയിൽ ഞാൻ കുറെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ആ കാര്യത്തില്. ഒന്നാമതേ എന്റെ ഒരു ഭാഷ വ്യത്യാസമായിരുന്നു ഇവിടെ വന്നപ്പോ. കന്നഡ എന്നൊരു ഭാഷ എനിക്ക് ഒട്ടും വഴങ്ങുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ കുറെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ ഭാഗത്തേക്ക് എത്തിയത്. അപ്പോ ഇന്നിപ്പോ നമുക്ക് വേണ്ടിയിട്ട് സിമി മാം കോട്ടയം സ്വദേശിയാണ്. കൗൺസിലിംഗ് സൈക്കോളജിയാണ് പുള്ളി. അതുപോലെ തന്നെ ഫാമിലി റിലേഷൻഷിപ്പ് കൗൺസിലർ ആണ്, മോട്ടിവേഷണൽ സ്പീക്കർ ആണ്. വിംബിളിന്റെ 21ാമത്തെ ബാച്ചിലെ മെമ്പർ ആയിരുന്നു. കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. ഇപ്പൊ ഈ വിംബിൾ അക്കാഡമിയുടെ ഈ കോഴ്സിൽ നമുക്കിപ്പോ ഒരുക്കി തന്നിരിക്കുന്ന പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഫഷണൽ ട്രെയിനേഴ്സ് ട്രെയിനിങ് കഴിഞ്ഞിറങ്ങുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കുട്ടികൾ എന്ന് പറയുന്നതുകൊണ്ട് നമ്മളൊക്കെ കുട്ടികളാട്ടോ, പഠിക്കുമ്പോ ഒക്കെ എല്ലാവരും കുട്ടികളാണ്. അതുകൊണ്ട് അപ്പൊ നമുക്കുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. നമുക്ക് എന്താ പറയാ, പയറ്റി തെളിയാന്നൊക്കെ പറഞ്ഞ പോലെയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അതിന് ഒരുപാട് നന്ദിയുണ്ട് വിംബിൾ അക്കാഡമിയോട്. അപ്പൊ ഇനി സിമി മാമിനെ ഞാനൊന്ന് പരിചയപ്പെടുത്തട്ടെ. സിമി മാം ഇപ്പോ ഞാൻ പറഞ്ഞ പോലെ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആണ്, പിന്നെ ഫാമിലി റിലേഷൻഷിപ്പ് കൗൺസിലർ ആണ്, മോട്ടിവേഷണൽ സ്പീക്കർ ആണ്. അപ്പൊ സിമി മാം ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് ഇപ്പോഴത്തെ ചലഞ്ച് അല്ലെങ്കിൽ റീതിങ്കിങ് പാരന്റിങ് എന്ന വിഷയത്തെ കുറിച്ചിട്ടാണ്. മോഡേൺ പാരന്റിങ്. നമ്മുടെ കുട്ടികൾ ഇപ്പൊ നമ്മൾ എന്താ പറയാ, മുമ്പൊക്കെ നമ്മൾ ടീച്ചേഴ്സ് പറയുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ പാരന്റ്സ് പറയുന്നതിനനുസരിച്ചിട്ടായിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ അങ്ങനെയല്ല. നമ്മളെന്താ ചെയ്യുക, നമ്മളുടെ കുട്ടികളുടെ വഴിയെ അവരുടെ കൈ പിടിച്ച് അവരെങ്ങനെ പോകുന്നു അതിനെ ഒന്ന് ഗൈഡ് ചെയ്ത് കൊടുത്തിട്ട് അവരുടെ ഒപ്പം സഞ്ചരിക്കാനാണ് നമുക്കിപ്പോ താല്പര്യം, അല്ലെ? ആ ഒരു രീതിയാണ് കുറച്ചും കൂടെ ബെറ്റർ എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. അതിനകത്ത് കുറെ ഡിസഡ്വാൻറ്റേജും അഡ്വാൻറ്റേജും ഒക്കെ ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഇന്ന് നമ്മുടെ സിനി മാം വളരെ വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പൊ ഞാൻ സിനി മാമിനെ ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. ഷിനി മാം, സ്വാഗതം. പിന്നെ നിങ്ങൾ ഓരോരുത്തരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സിമി മാം, സ്റ്റേജ് ഇസ് യുവേഴ്സ്. വെൽക്കം. Thank you, ma'am. Thank you for such a wonderful introduction. എന്റെ പേര് റാണി മാം പറഞ്ഞ പോലെ സിമി. ഞാനൊരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റും ഫാമിലി കൗൺസിലറും ഒരു മോട്ടിവേഷണൽ സ്പീക്കറുമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ ഒരു സമയം വിംബിൾ അക്കാഡമിക്കും അതോടൊപ്പം തന്നെ ഫൈസൽ സാറിനും നന്ദി പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാണ്. കാരണം എന്നെ പോലെ ഒരു ട്രെയിനർ ആവുക എന്നുള്ളത് പാഷനായി കൊണ്ട് നടക്കുന്ന ആളുകൾ തന്നെയാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇപ്പോഴും ഇവിടെ ഉള്ളതെന്നുള്ളത് എനിക്കറിയാം. അപ്പൊ നമുക്കൊക്കെ എങ്ങനെ പ്രൊഫഷണൽ ആകാം എന്നുള്ളതിനെ കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഒരു രീതിയിൽ നമ്മളെ ട്രെയിൻ ചെയ്ത് എടുത്ത് അതിനുള്ള ഒരു പ്രാക്ടിക്കൽ ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു ട്രെയിനേഴ്സ് ടോക്ക് എന്ന പ്ലാറ്റ്ഫോമിലൂടെ ഫൈസൽ സാർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഫൈസൽ സാറിനും വിംബിൾ അക്കാഡമിക്കും നന്ദി പറയാനായിട്ട് ഈ ഒരു അവസരം യൂസ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ ഓരോരുത്തരെയും ഇന്നത്തെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സോ നമ്മളൊക്കെ ഇന്ന് ജീവിക്കുന്നത് ഒരു മോഡേൺ വേൾഡിലാണ്, അല്ലെ? നമുക്കൊക്കെ ഒരുപാട് തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതോടൊപ്പം നമ്മളൊക്കെ ഒരുപാട് റോളുകൾ കൈകാര്യം ചെയ്യുന്നവരാണ്, അല്ലെ?
ഇതിൽ തന്നെ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ളതും പക്ഷെ നമ്മൾ ഏറ്റവും നിസ്സാരം എന്ന് കരുതുന്നതുമായിട്ടുള്ള ഒരു റോളാണ് പേരന്റിന്റെ റോൾ എന്ന് പറയുന്നത്. നമ്മൾ ഓർക്കും ഇത് ഇത്രമാത്രം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണോ എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇന്നത്തെ ജനറേഷൻ, പ്രത്യേകിച്ചും നമ്മൾ ഇപ്പോഴത്തെ ജനറേഷൻ ആൽഫ ജനറേഷൻ അല്ലെങ്കിൽ ഇതിന് തൊട്ടു മുമ്പുള്ള നമ്മൾ ജെൻസി എന്നൊക്കെ പറയുന്ന ജനറേഷനിൽ വരുന്നവരായിരിക്കും നമ്മുടെയൊക്കെ മക്കളല്ലേ. അതുകൊണ്ട് തന്നെ അവരെ ഡീൽ ചെയ്യുക എന്ന് പറയുന്നത് അല്പം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് തന്നെയാണ്. പലപ്പോഴും നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ തോന്നും. ഞാൻ എൻ്റെ കുട്ടിയോട് വളരെ നന്നായിട്ട് പെരുമാറുന്നു, അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്നു, എന്നിട്ടും നമ്മുടെ കുട്ടികൾ എന്തേ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്, അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കാത്തെന്നുള്ള ഒരു ചിന്തയാണ് പേരൻസിനുള്ളത്. നേരെ മറിച്ച് കുട്ടികളോട് ചോദിച്ചാല് അവർക്ക് പറയാനുള്ളത് പേരൻസ് ഞങ്ങളെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ഒരു വലിയ ഒരു പ്രോബ്ലവും നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു പേരന്റിങ്, പഴയ കാലഘട്ടത്തിൽ ഈ പേരന്റിങ് എന്ന് പറയുന്ന റോൾ എല്ലാ കാലഘട്ടത്തിലും ഉള്ളതാണ് അല്ലെ, എന്തുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഇതൊരു വലിയ ചലഞ്ചിങ് ആണ് എന്ന് പറയുന്നത്? എന്തൊക്കെ കാരണങ്ങളായിരിക്കാം? സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ഒക്കെ വന്നപ്പോ ഇപ്പത്തെ കുട്ടികൾ ഒരുപാട് വ്യത്യസ്തമല്ലേ സിമി മാം? യെസ് മാം, അതെ അതെ, വളരെ അത് റിലവന്റ് ആയിട്ടുള്ള ഒരു കുട്ടികൾക്കൊക്കെ പോയിന്റ് ആയിരുന്നു. താങ്ക് യു മാം. അല്ല, കുട്ടികൾക്കൊക്കെ ഇപ്പൊ മുമ്പത്തെ പോലെ നമ്മളുടെ പോലെ ഈ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ അറിവുകൾക്ക് വേണ്ടിയിട്ട് കുറെ തേടേണ്ട ആവശ്യമില്ല. അവരുടെ വിരൽത്തുമ്പിൽ ഇതെല്ലാം കിട്ടുന്നു. അതുകൊണ്ട് അവർ കുറെ ഫാസ്റ്റ് ആവുന്നു. നമ്മളെക്കാൾ കൂടുതൽ അവർ ഗ്രാസ്പ് ചെയ്യുന്നുണ്ട്. അവരുടെ ഗ്രാസ്പിംഗ് പവറും ഒക്കെ വെച്ചിട്ട് നമുക്ക് അവരുടെ ഒപ്പം എത്താൻ ചിലപ്പോൾ ബുദ്ധിമുട്ടേണ്ടി വരാറുണ്ട്. എക്സാക്ട്ലി, ശരിയാണ്. താങ്ക് യു മാം. അതെ മാം ഒക്കെ പറഞ്ഞതുപോലെ തന്നെ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് വളരെ അധികമുണ്ട്. അത് കുട്ടികൾക്കായാലും ശരി നമുക്കൊക്കെ ആണെങ്കിലും ശരി, സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിനെ വളരെ അധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഘടകമായി മാറുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ പേരന്റിങ് എന്ന് പറയുന്നത് വലിയ ഒരു ചലഞ്ച് ആയിട്ട് തന്നെ മാറുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ ഒരു മോഡേൺ ലൈഫ് സ്റ്റൈലാണ് അല്ലെ. നമ്മുടെ ജീവിത രീതി പഴയ കാലഘട്ടത്തിൽ നിന്ന് ഒരുപാട് വ്യത്യാസം ഇപ്പോഴത്തെ കാലഘട്ടത്തിലുണ്ട്. പ്രത്യേകിച്ചും രണ്ടു പേരും, പേരൻസ് ആണെങ്കിൽ അപ്പനും അമ്മയും ജോലിക്ക് പോകുന്നവരായിരിക്കാം. അവർക്ക് അവിടുത്തെ ജോലിയുടെ സ്ട്രെസ് കാണും. വീട്ടിൽ വരുമ്പോഴത്തേക്കിനായാലും ഒരുപാട് കാര്യങ്ങൾ മാനേജ് ചെയ്യേണ്ട റോളിന്റെ ഒരുപാട് കൺഫ്യൂഷൻസ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ലൈഫ് സ്റ്റൈലിലുള്ള ഒരു പ്രശ്നം ഈ പേരന്റിങ്ങിനെ വളരെ ചലഞ്ചിങ് ആക്കുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഹൈ അക്കാഡമിക് പ്രഷർ ആണ് കുട്ടികൾക്ക് അല്ലെ. പഴയ കാലഘട്ടത്തിൽ, അതായത് കുറച്ച് ബാക്കിൽ നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് പഠിക്കേണ്ട ഒരു സിലബസോ അതോ അങ്ങനത്തെ ഒരു രീതിയേ അല്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക്. ഇപ്പൊ ഒരുപാട് സിലബസ് അവർക്ക് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതോടൊപ്പം പ്രഷർ സ്കൂളിൽ നിന്നും ഉണ്ടാവും, പേരൻസിന്റെ സൈഡിൽ നിന്നും ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ കൊണ്ടും നമുക്ക് ആ കുട്ടികളെ മാനേജ് ചെയ്യാനായിട്ടും വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നമ്മളൊന്നും അധികം ശ്രദ്ധിക്കാത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾക്ക് ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും ഒക്കെ നമ്മൾ ഈ പേരൻസിന് എങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു നല്ല പേരന്റിങ് എന്നതിനെ കുറിച്ചൊക്കെയുള്ള ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. അപ്പൊ അതിൽ തന്നെ പല ഇൻഫർമേഷനും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഇൻഫർമേഷൻ ഓവർലോഡ് ആണെന്ന് പറയാം. കാരണം ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ കേൾക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ഞാനൊരു നല്ല പേരന്റ് ആണോ അല്ലെങ്കിൽ എങ്ങനെ ഒരു പെർഫെക്റ്റ് പേരന്റ് ആകാം എന്നുള്ള തരത്തിലുള്ള ചിന്തകൾ വരുന്നതും നമ്മളുടെ ഈ പേരന്റിങ് എന്നുള്ള റോളിനെ വളരെയധികം ചലഞ്ചിങ് ആക്കി മാറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നത്, എന്തൊക്കെയാണ് നമ്മളുടെ ഒരു പേരന്റ് എന്ന് പറയുന്ന ആ റോളില് നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്സ്. പലപ്പോഴും നമ്മളുടെ കുട്ടികളെ നമ്മൾ ഒരുപാട് കൊണ്ടാവാം, നമ്മുടെ കുട്ടികൾക്ക് എല്ലാം ലഭിക്കണമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാവാം നമ്മൾ പലപ്പോഴും പേരന്റിങ്ങില് ചെയ്യുന്ന ഒരുപാട് അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന മിസ്റ്റേക്കുകളാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്ന് ഞാൻ എടുത്തു പറയാൻ പോകുന്നത് 7 പ്രധാനപ്പെട്ട മിസ്റ്റേക്കുകളാണ്. കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്, വളരെ നിസ്സാരമെന്ന് തോന്നും. പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മളൊന്നും പലപ്പോഴും ഇങ്ങനെയുള്ള ആ ഒരു മിസ്റ്റേക്കുകളെ കുറിച്ച് അവെയർ അല്ല. നമ്മളുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്കിനെ കുറിച്ച് നമ്മൾ അവെയർ അല്ല. അതോടൊപ്പം അതെങ്ങനെയൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നും നമുക്ക് മനസ്സിലാകാൻ സാധിക്കാതെ പലപ്പോഴും പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം നമ്മളുടെ പേരന്റിങ് റോളിനെ ഒന്നും കൂടെ അനലൈസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ റീതിങ്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടൂടെ കരുതുക. സോ ഈ പേരന്റിങ്ങിൽ നമ്മൾ ചെയ്യുന്ന കോമൺ മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ
അതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഓവർ പ്രൊട്ടക്ടിങ് ദ ചൈൽഡ് എന്നുള്ളതാണ്. ഓവർ പ്രൊട്ടക്ടിങ് ദ ചൈൽഡ് എന്നുള്ളതാണ് ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് വേണമെങ്കിൽ സ്നോ പ്ലോ പേരന്റിങ് എന്ന് പറയാം. എന്താണ് ഈ സ്നോ പ്ലോ എന്നും ആർക്കെങ്കിലും പറയാമോ? സ്നോ പ്ലോ പേരന്റിങ് എന്ന് നമ്മൾ പൊതുവിൽ പറയുന്നത്, ഓക്കെ ഞാൻ പറയാം. അതായത് നമുക്കറിയാം ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ എപ്പോഴും ഈ ഒരു വിന്റർ സീസണിലൊക്കെ ആവുമ്പോൾ മഞ്ഞ് വരാറുണ്ട് അല്ലെ. അല്ലാതെ ഈ മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മളൊക്കെ പൊതുവില് കാണുന്ന ഒരു ഇതാണ്, ന്യൂസിലൊക്കെ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഹലോ, കേക്കാമോ? യെസ് മാം. ആ കേൾക്കാം. ഓക്കെ Yes, ഓക്കെ. yes, പറയൂ. Yes, പറയൂ. സോ നമ്മൾ പൊതുവില് കാണുന്നത് എന്താണ്, ഒരു മഞ്ഞ് ഒരു റോഡില് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് വന്ന് മൂടി കിടന്നു കഴിഞ്ഞാൽ പൊതുവിൽ എന്താണ് ചെയ്യുന്നത്? അന്നേരം തന്നെ നമ്മൾ പ്രത്യേകിച്ച് ഫോറിൻ കൺട്രീസിലൊക്കെ കാണുന്നതാണ്, അന്നേരം അതിനെ അങ്ങ് വകഞ്ഞു മാറ്റി വിടുന്നത് അല്ലെ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? യെസ് മാം. എപ്പോഴും അവിടെ അങ്ങനെ ഒരു ഇത് കാണും. അപ്പൊ ഈ സ്നോ പ്ലോ പേരന്റിങ് എന്ന് ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ്. അതായത് നമ്മളുടെ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ഡിഫിക്കൽറ്റി അവരുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാല് അപ്പോൾ തന്നെ അതിനെ നമ്മൾ മാറ്റുന്ന ഒരു സിറ്റുവേഷൻ. അപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേക്കിനുള്ള ഇത് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കുട്ടികൾക്ക് ഒരു തരത്തിലും ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ റിസ്കിനെ ഏറ്റെടുക്കാൻ അവര് തയ്യാറാകാതെ വരുന്നു എന്നുള്ളതാണ് ഈ ഒരു ഓവർ പ്രൊട്ടക്ഷൻ കൊണ്ട് അല്ലെ ഈ സ്നോ പ്ലോ പേരന്റിങ്ങിന്റെ ഏറ്റവും വലിയ ദൂഷ്യം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് തന്നെ അറിയാം, ലൈഫിലെ ചലഞ്ചസ് ഏറ്റെടുക്കാനായിട്ട് അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട്. പ്രത്യേകിച്ചും നമുക്കറിയാം സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, ഒരു ചെറിയ ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ തന്നെ അവര് ലൈഫിൽ ആകെ ബുദ്ധിമുട്ടാകുന്ന അല്ലെങ്കിൽ അവർക്കൊട്ടും അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നത് അല്ലേ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളിലേക്കൊക്കെ കുട്ടികൾ കടന്നു പോകുന്നത് ഈ ഒരു കാര്യം കൊണ്ടാണ്. ഓക്കെ, സോ ദ സെക്കൻഡ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് കമ്പയറിങ് ദ ചൈൽഡ് കോൺസ്റ്റന്റ്ലി ആണ്. നമ്മളുടെ കുട്ടികളെ നമ്മൾ കമ്പയർ ചെയ്യുന്നത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമുക്കൊക്കെ ഉള്ള ഒരു സ്വഭാവമാണ്. എന്താണ്, നമ്മളുടെ കുട്ടികളോട് പൊതുവിൽ പറയും, നീ നിന്റെ ചേട്ടനെ കണ്ടുപഠിക്കുക അല്ലെങ്കിൽ ചേച്ചിയെ കണ്ടുപഠിക്കുക, അവര് എങ്ങനെയൊക്കെയാണ് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നതെന്ന് നോക്ക്. അല്ലെങ്കിൽ നമ്മൾ പറയും അടുത്ത വീട്ടിലെ കുട്ടിയെ കണ്ടുപഠിക്കുക. അറിഞ്ഞുകൊണ്ടായിരിക്കില്ല. നമ്മൾ പേരൻസ് എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താ, എന്റെ കുട്ടി ഏറ്റവും നല്ല ഒരു പൊസിഷനിൽ എത്തണം അല്ലെങ്കിൽ എല്ലായിടത്തും വിജയിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത്. അല്ലെങ്കിൽ ക്ലാസ്സിൽ ഫസ്റ്റ് വാങ്ങിച്ച കുട്ടിയെ കണ്ടുപഠിക്ക് എന്നൊക്കെ നമ്മൾ പൊതുവിൽ പറയും. സോ ഈ കമ്പാരിസന്റെ ഏറ്റവും വലിയ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, നമ്മൾ ഈ ഫ്രീക്വന്റ് ആയിട്ട് നമ്മുടെ കുട്ടിയെ മറ്റുള്ള കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവരുടെ മനസ്സിൽ എന്താ തോന്നുന്നതെന്ന് അറിയാമോ? എന്നെ ഒന്നിനും കൊള്ളില്ല, അല്ലെങ്കിൽ എനിക്ക് ആ കുട്ടിയുടെ അത്രയും കഴിവില്ല. അതുകൊണ്ട് തന്നെ അവരുടെ കോൺഫിഡൻസ് വളരെയധികം കുറഞ്ഞു പോകുന്നതിന് അത് ഇടയാകും. അതുപോലെ തന്നെ അവർക്കൊരു സെൽഫ് വർത്ത്, വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സെൽഫ് വർത്ത്. സ്വയം ഒരു മൂല്യം കൊടുക്കുക, അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്ട്. നമുക്ക് നമ്മളോട് തന്നെ ഒരു റെസ്പെക്റ്റും നമ്മളൊരു മൂല്യമുള്ള ആളാണെന്ന് കരുതിയാൽ മാത്രമേ നമുക്ക് ലൈഫിൽ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ നമ്മൾ ഈ കോൺസ്റ്റന്റ് കമ്പാരിസൺ നടത്തുന്നത് വഴി നമ്മുടെ കുട്ടിക്ക് ഇങ്ങനെയുള്ള കഴിവുകളെല്ലാം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ നമ്മൾ പേരൻസ് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ആംഗ്രി ഡിസിപ്ലിൻ ആണ്. എത്രയൊക്കെ നല്ല പേരന്റ് ആകണമെന്ന് നമ്മളൊക്കെ ആഗ്രഹിച്ചാലും നമ്മുടെ കുട്ടികൾ എന്തെങ്കിലും ഒരു തെറ്റ് അല്ലെ ഒരു മിസ്ബിഹേവിയർ അവരുടെ ഭാഗത്തു നിന്ന് അവർക്കുണ്ടായി കഴിയുമ്പോൾ നമ്മളൊക്കെ പൊതുവിൽ എന്താണ് ചെയ്യുന്നത്? നമ്മളുടെ ഫസ്റ്റ് റെസ്പോൺസ് എങ്ങനെ ആയിരിക്കും? നമ്മളൊരു ചെയ്യരുതെന്ന് പറഞ്ഞൊരു കാര്യം അല്ലെ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ ആദ്യത്തെ റെസ്പോൺസ്? ഉടനെ ദേഷ്യം വരും, വഴക്ക് പറയും, അടിക്കും. അതെ, ഇതൊക്കെ ആണ് കറക്റ്റ് ആണ് മാം. ഇതൊക്കെ തന്നെയാണ് നമ്മൾ പൊതുവില് ചെയ്യുന്നത്. ഷൗട്ട് ചെയ്യുക അല്ലെങ്കിൽ യെല്ലിങ് എന്ന് പറയും, അലറുക, കിടന്ന് നമ്മൾ ഒരുപാട് ഒച്ച വെക്കുക. അതുപോലെ തന്നെ മാം പറഞ്ഞതുപോലെ നമ്മൾ ശിക്ഷിക്കുക, പനിഷ്മെന്റ് കൊടുക്കുക, അതോടൊപ്പം തന്നെ ഭീഷണിപ്പെടുത്തുക. നമ്മുടെയൊക്കെ പൊതുവിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഡു ഇറ്റ് നൗ ഓർ എൽസ് എന്നുള്ള ഒരു മനോഭാവം. അതായത് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യാൻ നമ്മുടെ കുട്ടികളോട് പറഞ്ഞാൽ ഇപ്പൊ ചെയ്തോണം, നമ്മൾ പൊതുവിൽ പറയുന്നതാണ് അല്ലെ, ഒരു ഭീഷണിയുടെ സ്വരമാണ്.
ഒരു ഹോംവർക്ക് അവർ ചെയ്യല, പഠിക്കാൻ പറഞ്ഞു കുറെ പറഞ്ഞിട്ടും കേട്ടില്ലെങ്കിൽ നമ്മൾ അടുത്ത പറയുന്നത് ഇപ്പൊ ചെയ്തോണം അല്ലെങ്കിൽ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് നമ്മൾ കാണിക്കുന്നത്. പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയ ഒരു ഇതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കുട്ടികൾക്ക് ലോങ് ടേം ആയിട്ട് ഫിയറും ആങ്സൈറ്റിയും ഒക്കെ ക്രിയേറ്റ് ചെയ്യും. കാരണം അവര് കാണുന്ന അവരുടെ പേരന്റിന്റെ മുഖം എപ്പോഴും വളരെ ദേഷ്യവും അവരോട് എപ്പോഴും ചൂടാകുക, അലറുക, ഈ ഒരു ആറ്റിറ്റ്യൂഡാണ്. അപ്പൊ അത് അവരുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ആ ഒരു ഭയം, അതോടൊപ്പം തന്നെ ആങ്സൈറ്റി, അതൊക്കെ വളരെ കാലം അവരുടെ വലുതായി കഴിഞ്ഞാൽ അവരുടെ ലൈഫിനെ അത് വല്ലാതെ അഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ പേരൻസിനോട് ഒരു റീസെന്റ്മെന്റ്, അതായത് നീരസം ഉണ്ടാകുന്നതിന് ഇടയാകും. അവര് ചിലപ്പോൾ നമ്മൾ പറയുന്നതൊക്കെ പേടിച്ചിട്ട് നമ്മളുടെ ഈ ഒച്ച കാരണമോ അല്ലെ നമ്മൾ ശിക്ഷിക്കുന്നതൊക്കെ കൊണ്ട് അനുസരിക്കാതിരിക്കും. പക്ഷെ അത് അവർ ഇഷ്ടത്തോടെ ചെയ്യുന്ന ആയിരിക്കുകയില്ല, ഭയത്തിൽ നിന്നുണ്ടാകുന്ന അനുസരണയായിരിക്കും. പക്ഷെ അത് ഒരുപാട് കുട്ടികളെ മോശമായ രീതിയിൽ തന്നെ അഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അവർക്ക് അഗ്രസീവ് ബിഹേവിയർ ഉണ്ടാവുക. നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മൾ പറയും പൊതുവെ ടാൻട്രം ബിഹേവിയർ അത് ചെറുപ്പകാലത്ത്, എന്നാൽ അത് കുറച്ചുകൂടെ കഴിഞ്ഞും വലിയ കുട്ടികൾ കുറച്ചായി കഴിഞ്ഞു പോലും ഈ വല്ലാത്ത ദേഷ്യം അല്ലെ സാധനങ്ങൾ എറിഞ്ഞുടക്കുക ഇങ്ങനത്തെയൊക്കെ സ്വഭാവമുള്ള കുട്ടികളെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരുടെ പേരൻസിന്റെ സ്വഭാവം കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ കുട്ടികളുടെ പേരൻസും വല്ലാത്ത ദേഷ്യവും അങ്ങനത്തെ സ്വഭാവം ഉള്ളവരായിരിക്കും. അതായത് കുട്ടികൾ ഈ പേരൻസിന്റെ സ്വഭാവം തന്നെയാണ് അനുകരിക്കുന്നത് എന്നുള്ളതാണ്. സോ അതാണ് ആംഗ്രി ഡിസിപ്ലിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ കോമൺലി ചെയ്യുന്ന മറ്റൊരു മിസ്റ്റേക്ക് ആണ് ഇൻകൺസിസ്റ്റന്റ് റൂൾസ് എന്ന് പറയും. അതായത് ഇൻകൺസിസ്റ്റന്റ് റൂൾസ് എന്ന് പറഞ്ഞാല് നമ്മുടെ കുട്ടി ഇന്ന് ഒരു കാര്യത്തിൽ ഒരു തെറ്റ് ചെയ്തു, നമ്മൾ അന്ന് കുട്ടീനെ ഒരുപാട് വഴക്ക് പറഞ്ഞു, അല്ലെങ്കിൽ അതിനെ പറ്റിയ ഒരു പനിഷ്മെന്റ് അതിനനുസരിച്ച് നമ്മൾ കൊടുത്തു. നാളെ ആ നമ്മുടെ കുട്ടി അതേ തെറ്റ് ആവർത്തിച്ചാല് ചിലപ്പോൾ നമ്മൾ അതിന് വഴക്ക് പറയുവോ അല്ലെങ്കിൽ അത് കുഴപ്പമാണെന്ന് പറയുകയോ ചെയ്യത്തില്ല. അപ്പൊ ഇങ്ങനെ വരുമ്പോഴുള്ള ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാല് കുട്ടിക്ക് ആകെ കൺഫ്യൂഷനാണ്, ഞാൻ ഈ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഇങ്ങനെയുള്ള സ്വഭാവം നമ്മൾ കാണിക്കുന്നതിലൂടെ വരും. ഒരു കാര്യത്തിന് നമ്മൾ തെറ്റാണ് എന്ന് പറഞ്ഞാൽ നമ്മളത് എല്ലാ ദിവസവും അല്ലെങ്കിൽ എപ്പോഴും അവർ ആ തെറ്റ് ചെയ്താൽ അത് തെറ്റാണ്, ആവർത്തിക്കരുതെന്ന് പറഞ്ഞതാണ് എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെയുള്ള വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു പേരന്റ് ചിലപ്പോൾ കുട്ടീനെ എന്തെങ്കിലും അവരുടെ ഭാഗത്തു നിന്ന് ഒരു മിസ്ബിഹേവിയർ ഉണ്ടാകുമ്പോൾ വഴക്ക് പറയും. സ്വാഭാവികമായിട്ടും ഫാദർ ആണ് വഴക്ക് പറയുന്നതെങ്കിൽ പലപ്പോഴും അടുത്ത ആള്, അതായത് അമ്മ ചെന്നിട്ട് പറയും അതൊന്നും സാരമില്ല, നമ്മൾ പൊതുവിൽ കാണുന്ന ഒരു കാര്യമാണ് അല്ലെ, അതൊന്നും സാരമില്ല, കൊച്ചാലേ അറിയാതെ ചെയ്തതല്ലേ എന്നുള്ള. അപ്പൊ നമ്മളെപ്പോഴും ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, കുട്ടിയുടെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റുണ്ടായി എന്ന് വെക്കുക. അങ്ങനെയെങ്കിൽ ഒരു പേരന്റ് ആ തെറ്റ് തിരുത്തുമ്പോൾ അല്ലെങ്കിൽ അത് തെറ്റാണ് എന്ന് പറയുമ്പോൾ അടുത്ത ആളും ആ പേരന്റിനെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്. അല്ലാതെ കുട്ടി ചെയ്യുന്ന എല്ലാ തെറ്റുകളെയും ഒരാളെ ന്യായീകരിക്കുകയും ഒരാളെ തെറ്റാണെന്ന് പറയുകയും ചെയ്യുന്നതിലൂടെ കുട്ടിക്ക് തന്നെ ആകെ കൺഫ്യൂഷൻ ഉണ്ടാകുന്നതിന് കാരണമായിട്ട് തീരും. അതാണ് ഈ ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള റൂൾസ്. പലപ്പോഴും നമ്മൾ ഇതൊന്നും അത്ര അവെയർ അല്ലാത്ത ഒരു മിസ്റ്റേക്ക് ആണെന്ന് പറയാം. അടുത്ത ഫിഫ്ത്ത് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ടു മെനി എക്സ്പെക്ടേഷൻസും ടു ലിറ്റിൽ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയും. അതായത് നമ്മളുടെ കുട്ടിയെ കുറിച്ച് ആസ് എ പേരന്റ് നമുക്ക് ഒരുപാട് പ്രതീക്ഷകൾ കാണും അല്ലെ. പലപ്പോഴും കുട്ടിയുടെ കഴിവുകൾക്ക് അപ്പുറമായിരിക്കും നമ്മളുടെ പ്രതീക്ഷ, എന്നാല് കുട്ടിയെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് വളരെ കുറവുമായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം, ഇപ്പൊ ഉദാഹരണത്തിന് ഒരു അക്കാഡമിക് ഇതാണ് വരുന്നത്, ഇപ്പൊ ഒരു പരീക്ഷയ്ക്ക് നമ്മുടെ കുട്ടിക്ക് മാർക്ക് കുറവാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും കുട്ടിയോട് വല്ലാതെ ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ കുട്ടിക്ക് ആകെ മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവുകയാണ്. നല്ല ഹാപ്പി ആയിട്ട് പോകേണ്ട ആ ഒരു ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ പേരൻസിന്റെ അമിതമായിട്ടുള്ള പ്രതീക്ഷകൾ കാരണം അത് കുട്ടിക്ക് വളരെയധികം ആ ഒരു നല്ല ബാല്യകാലം, സന്തോഷകരമായ ബാല്യകാലം നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇങ്ങനെ നമ്മൾ ഓരോ പ്രഷർ ഇങ്ങനെ ചെലുത്തുന്നതനുസരിച്ച്, അതായത് ഇന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അക്കാഡമിക്കലി മാത്രമല്ല അല്ലാത്ത എല്ലാ മേഖലകളിലും നമ്മുടെ കുട്ടികൾ മുൻപന്തിയിലായിരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം നമ്മൾ ഉള്ളത് കൊണ്ട് തന്നെ അത്രയും പ്രഷർ നമ്മൾ കുട്ടിക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്ട്രെസ്സും ബേൺഔട്ടും ഒക്കെ ഉണ്ടാകുന്നതിനും കുട്ടിക്ക് ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുണ്ടാകുന്നതിനും ഇത് ഇടയാക്കാറുണ്ട്. ഇനി അടുത്ത സിക്സ്ത് നമ്മുടെ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഓവർലോഡ് ഓഫ് ടെക്നോളജി അല്ലെങ്കിൽ സ്ക്രീൻ ടൈം എന്ന ഉള്ളതാണ്. അതായത് ഇന്ന്
പേരൻസ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും എപ്പോഴും മൊബൈൽ ഫോണിലാണ് അല്ലെ. നമ്മള് പൊതുവില് നമ്മുടെ ജോലികൾ ചെയ്യാൻ അല്ലെങ്കിൽ കുട്ടികൾ ചോദിക്കുമ്പോൾ അന്നേരമേ പലപ്പോഴും മൊബൈൽ ഫോൺ കൊടുക്കുകയാണ് പതിവ്. പക്ഷെ ഇതിന്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഈ റെഗുലർ ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഈ മൊബൈൽ യൂസ് ചെയ്യുന്നത് കൊണ്ടോ കുട്ടിക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നതിനെ കുറിച്ചൊന്നും നമ്മൾ അത്ര അവെയർ അല്ല എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ സ്ഥിരമായിട്ട് നമ്മൾ മൊബൈൽ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് അത്ര നന്നായിട്ട് പഠിക്കാൻ, അതായത് അറ്റൻഷനും കോൺസെൻട്രേഷനും ഒന്നും വളരെ നല്ല രീതിയിൽ നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കാതെ വരുന്നത് ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഇത് റിലേറ്റ് ചെയ്തിട്ട് ഉണ്ടാകുന്നുണ്ട്. ഈ അടുത്തിടെ നടത്തിയ ഒരു പഠനം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസിസ്റ്റന്റ് ആയിട്ട് സ്ക്രീൻ ഇതിൽ യൂസ് ചെയ്യുന്ന കുട്ടികൾക്ക് ഹാർട്ടിന് ഒരുപാട് കംപ്ലൈന്റ്സ് വരാനുള്ള, ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് ഒരുപാട് യൂസ് ചെയ്യുന്നതിൽ എന്ന് അടുത്തിടയിൽ ഒരു പഠനം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നല്ല ഉറക്കം കിട്ടാത്ത അവസ്ഥ, കാഴ്ചയ്ക്ക് തകരാറ്, അപ്പൊ ഇങ്ങനെയുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഈ അമിതമായിട്ടുള്ള സ്ക്രീൻ ടൈം യൂസ് ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ റിലേഷൻഷിപ്പിനെയും അത് കാര്യമായിട്ട്, കുട്ടികളും പേരൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ അത് കാര്യമായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അടുത്തത് 7th പോയിന്റ് എന്ന് പറയുന്നത് നോട്ട് ലിസണിങ് ടു കിഡ്സ് എന്നുള്ളതാണ്. നമുക്കൊന്നും സമയമില്ല അല്ലെ പേരൻസ്. കുട്ടികള് പൊതുവെ നമുക്കറിയാം, നമ്മുടെ കുട്ടികൾ കുഞ്ഞു കുട്ടികളാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ അടുത്ത് അവതരിപ്പിക്കണമെങ്കിൽ അവർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് കറങ്ങി തിരിഞ്ഞായിരിക്കും മാറ്ററിലേക്ക് വരുന്നത് അല്ലെ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? പ്രത്യേകിച്ചും സ്കൂളിലെ ഒരു സംഭവം പറയണമെങ്കിൽ അവർ ഇവിടുന്ന് പോയപ്പം മുതൽ അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞായിരിക്കും വരുന്നത്. പലപ്പോഴും നമ്മൾ പേരൻസിന് സമയമില്ല അല്ലെങ്കിൽ ഒരുപാട് ജോലി തിരക്കൊക്കെ ആണ് എങ്കിൽ അവര് പറയുന്ന അവരെ ഒന്ന് സംസാരിക്കാൻ നമ്മൾ പലപ്പോഴും അനുവദിക്കാറില്ല എന്നുള്ളതാണ്. പകരം എന്ത് കാര്യം അവർ പറഞ്ഞാലും ഉടനെ നമ്മൾ ഒരു ലെക്ചർ അല്ലെങ്കിൽ ഒരു പ്രശ്നം ജസ്റ്റ് ഒന്ന് ഇത് മെൻഷൻ ചെയ്ത അന്നേരം സൊല്യൂഷൻ, അപ്പൊ ഇങ്ങനെ അല്ലെങ്കിൽ ഉപദേശങ്ങൾ, അപ്പൊ ഇങ്ങനെയുള്ളത് മാത്രമാണ് നമ്മൾ പലപ്പോഴും കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. പകരം അവരെ ഒന്ന് കേൾക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പ്രശ്നം വരുന്നത് കൊണ്ട് കുട്ടിക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ പറയാൻ ആരുമില്ലാത്ത ഒരു സാഹചര്യം വരും അല്ലെ. പ്രത്യേകിച്ചും സ്കൂളിലെ ടീച്ചേഴ്സിനെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് ഒരുപാട് പോർഷൻസ് കവർ ചെയ്യാൻ കാണും. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരുപാട് വർക്ക് ലോഡും ഒക്കെ വന്നിരുമ്പോൾ അവരോട് ചെന്ന് കുട്ടികൾക്ക് അവരുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പലപ്പോഴും പറയാനായിട്ട് ബുദ്ധിമുട്ട് കാണും, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള സമയം അവർ പ്രൊവൈഡ് ചെയ്യത്തില്ല എന്നുള്ള. പിന്നെ കൂട്ടുകാരാണെങ്കിലും നല്ല കൂട്ടുകാരല്ലെങ്കിൽ അതും അതിൻ്റെതായിട്ടുള്ള ദൂഷ്യം ഉണ്ടാക്കും. പിന്നെ ഈ നമ്മുടെ കുട്ടികൾ എവിടെ പോയി അവരുടെ പ്രശ്നങ്ങൾ പറയും. നമ്മൾ കാര്യം പറയാൻ വരുമ്പോഴേ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് കാര്യങ്ങൾ പറയാനായിട്ടുള്ള ഒരു അവസരം നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവർ നമ്മളോട് ഒന്നും ഷെയർ ചെയ്യാത്ത ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കാനായിട്ട് അത് ഇടയാകും. ഇതെല്ലാം തന്നെ പേരൻസും കുട്ടികളും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഈ നമ്മുടെ പൊതുവിലുള്ള ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള 7 മിസ്റ്റേക്കുകളാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഓവർ പ്രൊട്ടക്ഷൻ ആണ്. സെക്കൻഡ് വൺ കമ്പയറിംഗ് ആണ്. തേർഡ് വൺ ആംഗ്രി ഡിസിപ്ലിൻ. ഫോർത്ത് വൺ ഇൻകൺസിസ്റ്റന്റ് റൂൾസ്. ആൻഡ് ഫിഫ്ത്ത് വൺ ടു മെനി എക്സ്പെക്ടേഷൻസ്, ടു ലിറ്റിൽ അണ്ടർസ്റ്റാൻഡിങ്. സിക്സ്ത് വൺ ഓവർലോഡ് ഓഫ് ടെക്നോളജി. And 7th and final, not listening to kids. Okay. എന്തെങ്കിലും ഈ ഒരു മിസ്റ്റേക്കുകളെ കുറിച്ച് ഉള്ളതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പോയിന്റ്സ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളത് ആഡ് ഓൺ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. അതർവൈസ് വി വിൽ മൂവ് ഓൺ ടു സൊല്യൂഷൻസ്. എന്തെങ്കിലും ഉണ്ടോ? കോമൺ ആയിട്ടുള്ള നമ്മളൊക്കെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന എന്നാൽ തിരുത്താവശ്യമുള്ള മേഖലകൾ? പാരന്റ്സ് ഒരിക്കലും കുട്ടികളോട് ചോദിക്കാറില്ല നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ ഒരു കുട്ടി വരുന്ന സമയത്ത് ആ ഒരു ചോദ്യം മതിയാവും ഈ പറഞ്ഞ കുട്ടികളൊക്കെ അവരുടെ ഈ പറഞ്ഞ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ ചെയ്ത് തീർക്കാനായിട്ട്. ആ ഒരു സമയം മതിയായിരിക്കും. അതിലൊരിക്കലും പാരന്റ്സ് തയ്യാറാവാറില്ല. അവരുടെ ബിസി ഷെഡ്യൂൾ ആയിരിക്കാം. അതെ മാം, അതെ കറക്റ്റ് ആണ് പറഞ്ഞത്. താങ്ക് യു മാം.
അതെ, നമ്മുടെ കുട്ടികള് നമ്മൾ കേൾക്കാനോ അല്ലെങ്കിൽ ഈ മാം പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മളൊന്ന് ചോദിച്ചാൽ മതി, എനിക്ക് എന്തായാലും പറയാനുണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള നമ്മളുടെ ഒരു ചെറിയ ചോദ്യം കൊണ്ട് ചിലപ്പോൾ അവരുടെ വലിയ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു അവർക്കൊരു ആശ്വാസമോ ആത്മവിശ്വാസമോ ഒക്കെ പകരാൻ നമുക്ക് പലപ്പോഴും കഴിയുന്ന ഒരു കാര്യം തന്നെയാണ്. ശരിയാണ്. ഓക്കെ, സോ നമുക്കെന്നാല് നെക്സ്റ്റ് സൊല്യൂഷൻസിലേക്ക് പോവാം. ഓക്കെ, എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മൾ പൊതുവില് പറഞ്ഞാലും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങളുണ്ട് അല്ലേ? നമ്മൾ പൊതുവില് എന്തൊക്കെ പ്രശ്നങ്ങൾ ലൈഫിൽ പറഞ്ഞാലും അതിനൊക്കെ പരിഹാരമുണ്ട്. ഇതേ കാര്യം തന്നെയാണ് പേരന്റിങ്ങിലും. നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്കുകളെ തിരിച്ചറിഞ്ഞാൽ അടുത്ത നമ്മൾ ചെയ്യേണ്ടത് അതിന്റെ സൊല്യൂഷൻ അറിഞ്ഞ് ആ സൊല്യൂഷൻസ് നമ്മുടെ ലൈഫില് നമ്മുടെ ആ പേരന്റിങ് റോളില് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മൾ പ്രോബ്ലംസ് 7 എണ്ണം പറഞ്ഞതുപോലെ സൊല്യൂഷൻസും അതിന് ആനുപാതികമായിട്ട് 7 എണ്ണം തന്നെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബിൽഡ് ഇമോഷണൽ കണക്ഷൻ എന്നുള്ളതാണ്. നമ്മളുടെ കുട്ടിയുമായിട്ട് നമുക്കൊരു ഇമോഷണൽ കണക്ഷൻ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഇങ്ങനെ ഒരു കുട്ടിയുമായിട്ട് ഒരു കണക്ഷൻ ഡെവലപ്പ് ചെയ്തെടുത്തെങ്കിൽ മാത്രമേ അവിടെ ട്രസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. വിശ്വാസം ഉണ്ടായെങ്കിൽ മാത്രമേ അവിടെ അനുസരണയും സ്നേഹവും അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ എങ്ങനെ നമുക്ക് നല്ലൊരു ഇമോഷണൽ കണക്ഷൻ നമ്മുടെ കുട്ടിയുമായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പൊതുവിൽ നമുക്കൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ രണ്ടുപേരും വർക്കിംഗ് ആയിരിക്കും, ബിസി ഷെഡ്യൂൾ ആയിരിക്കും, വീട്ടിൽ വന്നാലും നമ്മളുടെ കുട്ടികളുമായിട്ട് നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ കുറവായിരിക്കും. എങ്കിലും നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ നമ്മുടെ പ്രത്യേകിച്ചും വീട്ടിൽ വന്നാലും പേരൻസ് രണ്ടുപേരും കൂടുതലായിട്ടും സോഷ്യൽ മീഡിയയിലൊക്കെ സമയം ചെലവഴിക്കുന്നവരായിരിക്കും. അതൊരല്പം കുറച്ചാല് നമ്മളുടെ കുട്ടിക്ക് വേണ്ടി നമുക്ക് ദിവസത്തിൽ ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ കുട്ടിയുടെ അടുത്തിരുന്ന് ഒന്ന് സംസാരിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ ആ കുട്ടിയുമായിട്ട് നമുക്കൊരു ഇമോഷണൽ കണക്ഷൻ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് അത് സാധിക്കും. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, നമ്മളൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് നമ്മുടെ കുട്ടിയുടെ അടുത്ത് പോയി ഒന്ന് ഇരിക്കുമ്പോൾ മൊബൈല് കഴിവതും ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. അതിനുശേഷം ആ കുട്ടിയുടെ കണ്ണിൽ നോക്കി ഒരു പ്രോപ്പർ ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പലപ്പോഴും കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കുട്ടികൾ എന്തെങ്കിലും അവരുടെ ഒരു കാര്യം ഓടി വന്ന് പറയുമ്പോൾ പേരൻസ് മൊബൈലിലായിരിക്കും, ആ പറഞ്ഞോ എന്ന് ആ മൊബൈലിൽ നിന്നൊന്ന് കണ്ണെടുത്ത് കുട്ടിയെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെയാണ് പറയാനുള്ളത് പറഞ്ഞോ എന്ന് നമ്മളൊക്കെ പൊതുവില് അറിയാതെ ആവാം, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. പക്ഷെ അത് കുട്ടിക്ക് ഉണ്ടാകുന്ന, ഞാൻ പറയുന്നത് കേൾക്കാൻ എന്റെ പേരന്റിന് അല്ലെ പേരൻസിന് താല്പര്യമില്ല എന്നുള്ളൊരു മനോഭാവത്തിലേക്കാണ് അതുകൊണ്ട് ഇന്ന് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്ന് നമ്മളുടെ ഭാഗത്തു നിന്നൊരു ഇനീഷ്യേറ്റീവ് അതൊന്ന് മാറ്റി വെക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് അല്ലെ 10 മിനിറ്റ് കുട്ടിയുടെ അടുത്തിരുന്നത് പറയുന്നത് കേൾക്കുക. അതുപോലെ തന്നെ പറയുമ്പം ഇടയ്ക്ക് കയറി ഇന്ററപ്റ്റ് ചെയ്യാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. അവരൊരു കാര്യം പറയുവാണ്, ഒന്ന് ക്ഷമയോടെ നമ്മളെ തന്നെ നമുക്ക് അത് ബ്ലോക്ക് ചെയ്യാൻ തോന്നുവാണെങ്കിൽ നമ്മളോട് തന്നെ ഉള്ളിൽ പറയുക, വെയിറ്റ് ചെയ്യുക, അവനല്ലെങ്കിൽ അവൾ അതൊന്ന് പറഞ്ഞു കഴിയട്ടെ എന്ന് നമ്മളെ തന്നെ ഒന്ന് പറഞ്ഞ് നമ്മൾ ഒന്ന് സമാധാനപ്പെടുത്താനായിട്ട് ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ പോകെ പോകെ അത് നമുക്ക് ശീലമാക്കി എടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇമോഷണൽ കണക്ഷൻ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ് 2 പിള്ളേരുണ്ട് അല്ലെങ്കിൽ 3 കുട്ടികൾ ഉണ്ടായെങ്കിൽ ആ 3 പേരെയും വിളിച്ച് ഒരു മേശയ്ക്ക് ചുറ്റും ഇരുത്തി വെച്ച് ഇന്ന് എന്തുണ്ടായിരുന്നു കാര്യങ്ങൾ എന്ന് ചോദിച്ചാൽ പലപ്പോഴും എന്തെങ്കിലും പ്രൈവറ്റ് ആയിട്ടുള്ള അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട്, അവരുടെ ഒരു ബുദ്ധിമുട്ട് അവർക്ക് പറയാനുണ്ട്, അവർ പറയില്ല. അവിടെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഓരോ കുട്ടികൾക്ക് വേണ്ടിയും അതെല്ലാം അടുപ്പിച്ചടുപ്പിച്ച് വേണമെന്നില്ല, ഒരു ദിവസത്തിൽ എപ്പോഴെങ്കിലും ഓരോ കുട്ടിക്ക് വേണ്ടിയും ഒരല്പസമയം ആ കുട്ടിയും നമ്മളും മാത്രമായിട്ട് ഒരല്പം സമയം മാറ്റി വെച്ചെങ്കിൽ മാത്രമേ ആ കുട്ടിയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പറയുള്ളൂ. നമ്മളൊക്കെ പൊതുവിൽ ചിന്തിക്കുന്നത്, കുട്ടികൾക്ക് എന്താണ് പ്രശ്നം, അവർക്ക് വേണ്ടതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നില്ല, നല്ല സ്കൂള്, നല്ല സൗകര്യങ്ങള്. പ്രത്യേകിച്ചും പേരൻസ് പറയും, ഞാൻ വളർന്ന കാലത്തല്ലേ എനിക്ക് ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു, നിനക്കൊക്കെ എന്തൊക്കെ സൗകര്യങ്ങളാണ് നമ്മൾ ചെയ്തു തരുന്നത്. ഈ ഒരു പാറ്റേണിലാണ് പലപ്പോഴും നമ്മൾ സംസാരിക്കുന്നത്. നേരെ മറിച്ച് അവർക്കും പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ കാലഘട്ടത്തിൽ നമുക്കുണ്ടായിരുന്നതിനേക്കാൾ ഒരുപക്ഷെ കൂടുതൽ പ്രശ്നങ്ങളായിരിക്കാം ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾ നേരിടുന്നത്. അപ്പൊ ആ ഒരു അവബോധം നമുക്കുണ്ടായെങ്കിൽ നമ്മുടെ കുട്ടികളോട് ഒരു റിലേഷൻഷിപ്പ്, ഒരു ഇമോഷണൽ ബോണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാകും എന്നുള്ളതാണ്.
അടുത്ത സൊല്യൂഷൻ എന്ന് പറയുന്നത് പ്രാക്ടീസ് പോസിറ്റീവ് ഡിസിപ്ലിൻ. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു കുറ്റം കാണുമ്പോൾ പലപ്പോഴും നമുക്ക് നമ്മൾ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ആ അവിടുത്തെ സ്ഥലത്തെ എന്തെങ്കിലും ഒരു ഇഷ്യൂ നമ്മുടെ മനസ്സിൽ കിടക്കുമ്പോഴായിരിക്കും നമ്മുടെ കുട്ടി എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ആ ഒരു പ്രൊജക്ഷനിലൂടെയാണ് നമ്മൾ നമ്മുടെ കുട്ടിയോട് കാണിക്കുന്നത്. നേരെ മറിച്ച് ഒരു തെറ്റ് നമ്മുടെ കുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റുകൾ ഉണ്ടാവുക സ്വാഭാവികമാണ് അല്ലെ. അതിപ്പോ നമ്മൾ വലിയവരായാലും കുഞ്ഞുങ്ങളായാലും തെറ്റുകൾ ഉണ്ടാവും. അപ്പൊ അവിടെ നമ്മൾ തിരുത്തുക എന്ന് പറയുമ്പോൾ എന്ത് തെറ്റാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നും അവർക്ക് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. പലപ്പോഴും നമ്മളൊന്നും അതിന് തയ്യാറാവില്ല. ഒരു തെറ്റ് കണ്ട ഉടനെ ഒച്ച വെക്കുക അല്ലെങ്കിൽ അടിക്കുക, ഈ ഒരു രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് ആ ചെയ്ത കാര്യം തെറ്റായത് എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുത്ത് റിപ്പീറ്റ് ആയിട്ടും അവരത് ആവർത്തിക്കുകയാണെങ്കിൽ മാത്രമേ നമ്മൾ അവരുടെ ആ ഒരു ഡിസിപ്ലിനായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിലേക്ക് മൂവ് ചെയ്യാവൂ എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ പലപ്പോഴും നമ്മൾ എത്രയൊക്കെ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് കിട്ടിയാലും പെട്ടെന്ന് പ്രതികരിക്കുക എന്നുള്ള ഒരു മനോഭാവമാണ്. തെറ്റ് കണ്ടാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ കുട്ടികൾ നശിപ്പിച്ചു, ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം ചെയ്തു. അപ്പം നമുക്ക് പെട്ടെന്ന് വരുന്ന ഒരു ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് തന്നെ ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ ഒരു ഡീപ് ബ്രത്ത് എടുക്കുക എന്നുള്ള. കാരണം ആ ഒരു സഡൻ ആയിട്ടുള്ള നമ്മുടെ ആ ഒരു റിയാക്ഷനെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാനും പെട്ടെന്ന് കുട്ടിയോട് ദേഷ്യപ്പെടുന്ന ഒഴിവാക്കാനും നമ്മൾ ഈ ഒന്നോ രണ്ടോ ഡീപ് ബ്രത്ത് എടുക്കുന്നതിലൂടെ നമുക്കത് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ ദേഷ്യത്തെയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അടുത്ത നമ്മുടെ ഈ സൊല്യൂഷൻ എന്ന് പറയുന്നത് എൻകറേജ് ഇൻഡിപെൻഡൻസ് എന്നുള്ളതാണ്. അതായത് പലപ്പോഴും എനിക്കറിയാവുന്ന ഒരു പേരന്റ് തന്നെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയുടെ എല്ലാ കാര്യത്തിലും കംപ്ലീറ്റ് കൺട്രോളും ആ പേരന്റിന്റെ കയ്യിലാണ്. അതായത് കുട്ടി ഏത് ഡ്രസ്സ് ഇടണം, അല്ലെങ്കിൽ ഡ്രസ്സിന്റെ കളറ്, ഇനി അതുമല്ലെങ്കിൽ ലൈബ്രറിന്ന് സ്കൂൾ ലൈബ്രറിന്ന് ഏത് പുസ്തകം എടുത്ത് വായിക്കണം എന്നുള്ളത് പോലും തീരുമാനിക്കുന്നത് ആ പേരന്റ് ആണ്. ഒന്ന് ഓർത്തു നോക്കിയേ, ആ കുട്ടിക്ക് എന്ത് സ്വാതന്ത്ര്യമാണ് സ്വന്തം കാര്യത്തിലുണ്ടാകുക. അപ്പൊ ഇങ്ങനെ എല്ലാ കാര്യത്തിലും കംപ്ലീറ്റ് കാര്യങ്ങളിലും എന്ത് കഴിക്കണം, എങ്ങനെ നടക്കണം, ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കൺട്രോളും പേരൻസ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ വലുതാവുമ്പോൾ ആ കുട്ടിക്ക് യാതൊരു കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യാനോ ഒരു ഡിസിഷൻ എടുക്കാൻ, കാരണം എന്നും നമ്മളുടെ തണലിൽ നിൽക്കേണ്ടവരല്ല നമ്മുടെ കുട്ടികൾ അല്ലെ. നാളെ അവര് വളർന്ന് അവരുടേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് അവരുടെ ഒരു ലൈഫ് ലീഡ് ചെയ്യേണ്ടവരാണ് അവര്. പലപ്പോഴും നമ്മളൊക്കെ മറന്നു പോകുന്നതും ഇത് തന്നെയാണ്. നമ്മളൊക്കെ ചിന്തിക്കുന്നത് എന്നും എൻ്റെ കുട്ടി കുഞ്ഞ് തന്നെയാണ്, ഞാൻ എന്നും ഇവരുടെ കൂടെ കാണും, ഇവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ കൊടുക്കാൻ ഞാനുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ചിന്ത മാറ്റി വെച്ച് കുട്ടികൾ വളരുന്നതാണ്. നാളെ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ജീവിതം ഉണ്ട് എന്നും തീരുമാനമെടുക്കാൻ അവർ പഠിക്കണം എന്നുമുള്ള ഒരു ബോധം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഓർപ്പിക്കുക. എൻ്റെ കുട്ടി വളരുന്നുണ്ട്, അല്ലെങ്കിൽ ചെറിയ ചെറിയ ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിക്കാനും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനും നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല് അവരുടെ തന്നെ ഡ്രസ്സുകളൊക്കെ മടക്കി വെക്കുക, അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ ചെറിയ ചെറിയ ജോലികളിലൊക്കെ സഹായിക്കുക. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങൾ ഓരോ ഏജിനും അനുസരിച്ച് നമ്മൾ അനുവദിച്ചു കൊടുക്കുമ്പോഴേ കുട്ടികൾക്കും തോന്നുള്ളൂ, യെസ് ഞാൻ വളർന്നു, അല്ലെങ്കിൽ എനിക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാനായിട്ടുള്ള പ്രാപ്തി ആയതുകൊണ്ടാണ് എൻ്റെ അമ്മ അല്ലെ അച്ഛൻ നീ അത് ചെയ്യ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന റൂൾസിനും ഒരു ചെറിയ ഇളവുകളൊക്കെ കൊടുക്കുക. നീ ഇച്ചിരി വളർന്നത് കൊണ്ട് ഞാൻ ഒരു ഇച്ചിരി സമയം ഇന്ന ഒരു കാര്യത്തിന് അനുവദിക്കാം, അല്ലെങ്കിൽ പോയിട്ട് ഇന്ന സമയം, അവിടെയും നമ്മൾ ഒരു കൺട്രോൾ വെക്കുക. നമ്മള് സ്വാതന്ത്ര്യം കൊടുക്കുക എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് നീ ഇനിയും നിന്റെ ഇഷ്ടത്തിന് ജീവിക്കുക എന്നുള്ളതല്ല. നമുക്ക് തന്നെ അറിയാം ഓരോ ഏജിലും നമ്മുടെ കുട്ടിക്ക് എന്തൊക്കെ റൂൾസിൽ റിലാക്സേഷൻ കൊടുക്കേണ്ടത് വരും എന്നാണ് നമുക്കറിയാം. അപ്പൊ ആ ഒരു രീതിയിൽ വേണം നമ്മുടെ കുട്ടികളെ നമ്മൾ ഇൻഡിപെൻഡന്റ് ആക്കുക എന്നുള്ളത്. ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് സ്ക്രീൻ ടൈം സ്ട്രാറ്റജിയാണ്. നമുക്കൊക്കെ അറിയാം, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് മിസ്റ്റേക്കില് മൊബൈലിന്റെ യൂസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മൊബൈൽ കുട്ടിക്ക് കൊടുക്കാതെ നമുക്ക് ഒരെ വളർത്തിയെടുക്കുക. കാരണം കാലഘട്ടം അങ്ങനെയാണ്. അവരൊക്കെ വന്ന് ഈ ജനറേഷൻ ആൽഫ എന്ന് പറയുന്ന ഈ ഒരു കുട്ടികൾ എന്ന് പറഞ്ഞാൽ വന്ന് വീഴുന്നത് തന്നെ അല്ലെ, ജനിക്കുന്നത് തന്നെ സ്ക്രീനുകളുടെയും മൊബൈല് സോഷ്യൽ മീഡിയ ഇതിന്റെയൊക്കെ ഇടയിലാണ്. അപ്പൊ ഇവരെ ഇതിൽ നിന്ന് മാറ്റി കംപ്ലീറ്റ് നിർത്തുക എന്ന് പറയുന്നത് നമുക്ക് പോസിബിൾ അല്ല.
അവിടെ നമ്മൾ ചെയ്യേണ്ടത് ഒരു കൺട്രോൾ നമ്മളുടെ കയ്യിൽ, പേരൻസിന്റെ കയ്യിലായിരിക്കണം ഈ സ്ക്രീൻ യൂസിന്റെ ആ ഒരു ടൈമിന്റെ കൺട്രോൾ എന്ന് പറയുന്നത്. ഇപ്പം ഒരു ദിവസം എല്ലാ ദിവസവും കൊടുക്കുക നമുക്ക് ഇതില്ലെങ്കിൽ വീക്കെൻഡിൽ നമുക്ക് ശനിയും ഞായറും ഇത്ര സമയം, അത് കൃത്യമായിട്ട് നമ്മൾ മെൻഷൻ ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ ഫുൾ ടൈം രാവിലെ മുതൽ അവധി ദിവസമാണ് ശനി ഞായർ മൊബൈൽ കണ്ടോ എന്നുള്ള രീതിയിലാവാതെ അതിനും ഒരു കൺട്രോൾ നമ്മൾ വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒരിക്കലും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് മൊബൈൽ കൊടുക്കരുത്. പ്രത്യേകിച്ച് ഒരു മണിക്കൂറിന് മുമ്പ്, ഉറങ്ങുന്നതിന് മുമ്പ് കുട്ടികൾക്കായാലും അതോടൊപ്പം തന്നെ നമ്മൾ മുതിർന്നവരായാലും മൊബൈൽ യൂസ് ചെയ്യരുത്. കാരണം അത് നമ്മുടെ ഉറക്കത്തെ സാരമായിട്ട് ബാധിക്കും. ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ, സ്ഥിരം ഈ ഒരു ശീലമാണ് നമുക്കെങ്കിൽ നമുക്ക് നല്ല ഉറക്കം കിട്ടുന്ന ഒരു ഇത് ഒഴിവാകുകയും നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനും അത് കാരണമായിട്ട് തീരും. അത് അടുത്ത 5th പോയിന്റ് എന്ന് പറയുന്നത് റെഡ്യൂസ് കമ്പാരിസൺ ആണ്. അതായത് നമ്മുടെ കുട്ടികൾ, നമുക്ക് എത്രയൊക്കെ നോക്കിയാലും നമ്മൾക്ക് ഈ കമ്പയർ ചെയ്യുന്ന ഒരു ശീലം കുറയ്ക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് അല്ലെ. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് കമ്പയർ ചെയ്യുന്നതിന് പകരം നമ്മുടെ കുട്ടിയുടെ, ഇപ്പൊ ഉദാഹരണത്തിന് ഒരു എക്സാം കഴിഞ്ഞ് നമ്മുടെ കുട്ടി വന്നു, മാർക്ക് കുറവാണ്. ആദ്യം നമ്മൾ ചോദിക്കുന്ന ചോദ്യം ക്ലാസ്സിൽ ആർക്കാണ് ഫുൾ മാർക്ക് ഉള്ളത്, അല്ലെങ്കിൽ നിന്നേക്കാൾ നമുക്കറിയാവുന്ന ഈ കുട്ടികളുടെ ഒക്കെ മാർക്ക് നമ്മൾ ചോദിക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു കമ്പാരിസണിലേക്ക് പോകുന്നത്. അവിടെ നമ്മൾ ചെയ്യേണ്ടത്, നിനക്ക് എത്ര മാർക്ക് കിട്ടി, ആ മാർക്ക് നിനക്ക് കുറവാണെന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ അടുത്ത തവണ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ടാണോ, അല്ലെങ്കിൽ നമുക്ക് അടുത്ത തവണ അത് കുറച്ചും കൂടെ ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാം, ഓക്കെ എന്നുള്ള രീതിയിൽ ആ കമ്പാരിസൺ കുറയ്ക്കാൻ നമ്മൾ തന്നെ പരമാവധി ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഏറ്റവും അധികം കുട്ടികൾക്ക് മാനസിക ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ താരതമ്യമാണ്. അപ്പൊ അവിടെയും നമ്മുടെ ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു അവയർനെസ്, ഞാൻ ഈ കാണിക്കുന്ന സ്വഭാവം കൊണ്ട് എൻ്റെ കുട്ടിക്ക് ഒരിക്കലും നല്ല ഒരാളാകാൻ സാധിക്കില്ല എന്നും അവരെ അത് ബുദ്ധിമുട്ടുളവാക്കത്തേ ഉള്ളൂ എന്നും തിരിച്ചറിവാണ് അവിടെ പേരൻസിന് ആവശ്യം. അടുത്തതെന്ന് പറയുന്നത് 6th വൺ, പേരന്റ് ബിഹേവിയർ മോഡൽ. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ എന്ത് കാണിക്കുന്നോ അതാണ് നമ്മുടെ കുട്ടികൾ ഫോളോ ചെയ്യുന്നത് അല്ലെ. പണ്ടൊക്കെ ഉള്ളവർ പറയും, എന്ത് കാര്യം ചെയ്യുമ്പോഴും മുകളിൽ ഒരാൾ ഉണ്ട് എന്ന് ഓർത്തിട്ട് വേണം ചെയ്യാനെന്നല്ലേ. ഇപ്പൊ നമ്മൾ അതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യുക, മുകളിൽ മാത്രമല്ല നമ്മുടെ കൂട്ടത്തിലുള്ളവരും നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. ആരാണ്? നമ്മുടെ മക്കള്. നമ്മൾ എങ്ങനെയാണ് വീട്ടില് അങ്ങോട്ടും ഇങ്ങോട്ടും പേരൻസ് പെരുമാറുന്നത്, കുട്ടികളോട് എങ്ങനെയാണ് പെരുമാറുന്നത്, ഒരു സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, ഇതൊക്കെ അവര് ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മൾ പൊതുവിൽ ചിന്തിക്കുന്നത് നമ്മുടെ കുട്ടികൾ ഇതൊന്നും, നമ്മളുടെ പെരുമാറ്റം ഒന്നും അവര് ശ്രദ്ധിക്കുന്നില്ല, അവരെപ്പോഴും നല്ലവരായിരിക്കണം, നല്ലത് പറയണം, നല്ലത് ചെയ്യണം, ദേഷ്യപ്പെടരുത്, സിറ്റുവേഷനുകളിലെല്ലാം നല്ല രീതിയിൽ ബിഹേവ് ചെയ്യണം എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ നമ്മൾ ഓർക്കേണ്ടത്, നമ്മൾ എന്ത് ചെയ്യുന്നു അതാണ് നമ്മുടെ കുട്ടികൾ അനുകരിക്കുന്നത്. അപ്പം ഇനിയൊരു സിറ്റുവേഷനിൽ ദേഷ്യം വരിക, അല്ലെങ്കിൽ നമ്മൾ ഒന്ന് ഒച്ചയിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ഇതാര് കാണുന്നുണ്ട്? നമ്മുടെ കുട്ടികൾ കാണുന്നുണ്ട്. നാളെ അവര് പൊതുവായിട്ടുള്ള ആളുകളുടെ മുമ്പിലോ അല്ലെ നമ്മളുടെ അടുത്തോ ഇങ്ങനെ ബിഹേവ് ചെയ്യുമ്പോൾ ആരെയും കുറ്റപ്പെടുത്തണ്ട, നമ്മളെ തന്നെ, നമ്മുടെ നേരെ തന്നെ വിരലി ചൂണ്ടിയാൽ മതി, എന്റെ സ്വഭാവമാണ് എന്റെ കുട്ടി കാണിക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. 7th സൊല്യൂഷൻ എന്ന് പറയുന്നത് എൻകറേജ് ഓപ്പൺ കൺവെർസേഷൻ എന്നാണ്. നേരത്തെ റാണി മാം പറഞ്ഞതുപോലെ സംസാരിക്കാൻ തയ്യാറാവുക. പലപ്പോഴും എന്തുകൊണ്ടാണ് പേരൻസ് കുട്ടികളോടൊന്ന് തുറന്നുള്ള ഒരു സംഭാഷണത്തിന് തയ്യാറാകാത്തതെന്ന് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. കാരണം അത് പറയാൻ ഞാനൊരു സാഹചര്യം എന്താന്ന് ചോദിച്ചാല്, 2 ആഴ്ച മുമ്പ് എൻ്റെ മോള് പഠിക്കുന്ന സ്കൂളില് അവളുടെ കൂട്ടത്തിൽ തന്നെ ഇരിക്കുന്ന, തൊട്ടടുത്തിരിക്കുന്ന 2 കുട്ടികളും അവര് പഠിത്തത്തിൽ ഒരു അല്പം പുറകിലാണ്. അവരുടെ സ്കൂൾ എന്ന് പറയുന്ന ഒരുപാട് അക്കാഡമിക്കലി ഹൈ ഇതിൽ നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സിന് നല്ല പ്രഷറുണ്ട്, ടീച്ചർമാർ ആ പ്രഷർ കുട്ടികളുടെ മേല് ചെലുത്തുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മാർക്ക് ആ കുട്ടികൾക്ക് പൊതുവിൽ കുറവായിരുന്നു. 2 കുട്ടികൾ. ആ കുട്ടികളെ ഒരുപാട് ടീച്ചേഴ്സ് വഴക്ക് പറഞ്ഞു. അവര് അത് ടീച്ചേഴ്സ് ആ കുട്ടികൾ പഠിക്കുന്നില്ല, ക്ലാസ്സിൽ ഭയങ്കര ഉഴപ്പാണെന്നൊക്കെ ഉള്ളത് പേരൻസിനെ വിളിച്ചു പറഞ്ഞു. ഈ 2 കുട്ടികളുടെയും പേരൻസ് എന്ന് പറയുന്നത് നല്ല ജോലിയുള്ള, സൊസൈറ്റിയിൽ നല്ല ലെവലിലുള്ള ആളുകളാണ്. അപ്പൊ പേരൻസിനെ വിളിച്ച് ടീച്ചേഴ്സ് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ, എന്നാ കുട്ടികളോട് എന്താണ് നിങ്ങളുടെ പ്രശ്നം, അല്ലെ പഠിക്കാൻ ബുദ്ധിമുട്ടായിട്ടാണോ, അല്ലെങ്കിൽ സ്കൂളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ടാണോ എന്ന് ചോദിക്കാൻ പോലും ആ പേരൻസ് തയ്യാറായില്ല എന്നുള്ളതാണ്. പറഞ്ഞു വരുന്നത് ഇതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആണ്. അങ്ങനെ 1-2 മാസം ആ കുട്ടികൾ വളരെയധികം സ്ട്രഗിൾ ചെയ്തു. എൻ്റെ മോടെ തൊട്ടടുത്തിരിക്കുന്നതായതുകൊണ്ട് അവളോടും ഇവർ ഇത് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഇത് താങ്ങാൻ പറ്റുന്നില്ല എന്ന്.
അപ്പൊ അവള് പറഞ്ഞു എന്ന് പറഞ്ഞു, വീട്ടിൽ ചെന്ന് അമ്മയോട് ഒക്കെ പറയൂ എന്ന് പറഞ്ഞപ്പോ അവരോട് പറഞ്ഞു, പക്ഷെ അവരും വഴക്കാണ് പറയുന്നത്, ടീച്ചേഴ്സ് പറയുന്ന പോലെ ചെയ്യ് എന്നാണ് പറയുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഞങ്ങള് ഇങ്ങനെ ഈ ഒരു ഈവനിങ്ങില് ഒരു 6 മണിയൊക്കെ ആയി കാണും, പെട്ടെന്ന് ഒരു ന്യൂസ് വേറൊരു ഫ്രണ്ട് വിളിച്ചിട്ട് പറയുകയാണ് ഈ 2 കുട്ടികളെയും കാണുന്നില്ല എന്ന്. ഓർത്തു, അവിടെ 2 പെൺകുട്ടികളാണ്, സന്ധ്യയായി. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴ് എല്ലാരും അന്വേഷണമാണ്, ഈ കുട്ടികൾ എവിടെ, സ്കൂൾ ബസ്സിൽ കയറിയിട്ടില്ല. അപ്പൊ മൊത്തത്തിലുള്ള അന്വേഷണം എല്ലാ വഴിക്കും നടന്നു, ആകെ കൺഫ്യൂഷൻ. 8 മണി ആയപ്പോഴത്തേക്കിനാണ് ഈ 2 കുട്ടികളെ തിരിച്ചു കിട്ടുന്നത്. അതും വേറെ ഒരു സ്ഥലത്തെ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ഈ കുട്ടികളെ കിട്ടുന്നത്. ഓർത്ത് നോക്കിയേ, ഈ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിരുന്നെങ്കിൽ ആരാണ് യഥാർത്ഥത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ ഉത്തരവാദികൾ? തീർച്ചയായിട്ടും ടീച്ചേഴ്സ് വഴക്ക് പറഞ്ഞത് ആസ് എ പാർട്ട് ഉണ്ട്. പക്ഷേ അവരവരുടെ പ്രശ്നം പറയാൻ വന്നപ്പം അതൊന്ന് കേൾക്കാൻ ഈ പേരൻസ് തയ്യാറായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ കുട്ടികൾക്ക് എന്തോരം മനസ്സിന് ഒരു സമാധാനം, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഒരു പ്രശ്നത്തിൽ നിന്ന് ഒരു റിലീഫ് കിട്ടുകേനെ. ഇപ്പൊ പറയാൻ ആളില്ലാത്ത വരുമ്പോൾ ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ചുറ്റിനും നടക്കുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ കുടുംബത്തിൽ ഒന്നും സംഭവിക്കുന്നില്ലാത്തത് കൊണ്ടും നമ്മളുടെ കുട്ടികൾ ഇങ്ങനെയൊന്നും കാണിക്കാത്തതുകൊണ്ടും നമ്മളുടെ വിചാരം നമ്മുടെ കുട്ടികളോട് ഇങ്ങനെയൊക്കെ പെരുമാറിയാൽ മതി എന്നുള്ളതാണ്. പക്ഷെ ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ടാണെങ്കിൽ പോലും ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ നമ്മളൊന്ന് അവെയർ ആവേണ്ടത്, കുട്ടികളോട് നമ്മൾ സംസാരിക്കുന്നത്, ഈ ഒരു സംഭവത്തിന് ശേഷം മോള് പറഞ്ഞത് ക്ലാസ്സിലെ എല്ലാ കുട്ടികളും അവിടെ വന്ന് പറഞ്ഞത്, അവരുടെ പേരൻസ് പറഞ്ഞു നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങളോട് വന്ന് പറഞ്ഞാൽ മതി, ഇങ്ങനെ ഇറങ്ങിയൊന്നും പോകരുതെന്ന്. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം കാര്യങ്ങൾ വന്ന് ഞങ്ങളോട് പറയണമെന്നല്ല നമ്മൾ പറയേണ്ടത്. എന്നും നമ്മുടെ കുട്ടികളോട് സ്കൂള് കഴിഞ്ഞ് വരുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു സ്കൂൾ എന്നൊക്കെ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ അത് ഡെയിലി നമ്മൾ ചോദിക്കുക, എങ്ങനെ ഉണ്ടായിരുന്നു സ്കൂള്, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചോദിക്കുക, ഫ്രണ്ട്സുമായിട്ടൊക്കെ എന്തെങ്കിലും ഇതുണ്ടോ, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു സംസാരത്തിലൂടെ അത് അവരോട് നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് അവർക്ക് മനസ്സിലായി കഴിയുമ്പോൾ, അവർ പറയുന്ന കാര്യം കേൾക്കാൻ തയ്യാറാണെന്ന് അറിയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവർ വന്ന് നമ്മളോട് പറയും എന്നുള്ളത് തീർച്ചയായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികളുമായിട്ട് സംസാരിക്കുന്നത് ഞാനൊക്കെയാണല്ലോ ഒരുപാട് ഈ ഒരു ന്യൂസ് കേട്ടിട്ട് വളരെയധികം വിഷമം തോന്നി. സോഷ്യൽ മീഡിയയിൽ ഈ ന്യൂസ് മുഴുവൻ ഇതായി, 2 കുട്ടികളെ അത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സ്കൂളിൽ നിന്ന് മിസ്സാവുന്നു. അതിന്റെ എക്സ്പ്ലനേഷനും കമന്റ്സും ഒക്കെ ഈ ന്യൂസിന്റെ താഴെ വരുന്നത് കേൾക്കുമ്പോഴാണ് ഏറ്റവും അധികം ഈ കുട്ടികൾ വളരെ മോശപ്പെട്ട കുട്ടികളാണ്, ഓരോ റിലേഷൻസ് ഉള്ളത് കൊണ്ട് അവർ വിളിച്ചിട്ട് പോയത്, ഇങ്ങനെയൊക്കെയാണ്. യഥാർത്ഥത്തില് ആ കുട്ടികൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയേണ്ട കാര്യം വേറെ ആർക്കും ഇല്ല. പക്ഷെ പേരൻസിന് ആ ഒരു കാര്യത്തില് ആ കുട്ടികൾ പറയുന്ന കേൾക്കാൻ തയ്യാറായെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള പല പ്രശ്നങ്ങളും ഒഴിവാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. സോ നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്ത 7 സൊല്യൂഷൻസ് ആണ്. അതിലെ പ്രധാനപ്പെട്ട ആദ്യത്തേത് ബിൽഡ് ഇമോഷണൽ കണക്ഷൻ, സെക്കൻഡ് വൺ പ്രാക്ടീസ് പോസിറ്റീവ് ഡിസിപ്ലിൻ, തേർഡ് എൻകറേജ് ഇൻഡിപെൻഡൻസ്, ഫോർത്ത് സ്ക്രീൻ ടൈം സ്ട്രാറ്റജി, ഫിഫ്ത് വൺ reduce comparison, sixth parent behavioral model, seventh and final encourage open conversation. ഇപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ കേട്ടതിൽ നിന്നും പൊതുവിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പറഞ്ഞ മിസ്റ്റേക്കുകളിൽ ഏതെങ്കിലും ഒന്നിലധികം തന്നെ നമ്മളിൽ പല പേരൻസും കാണിക്കുന്നതായിരിക്കും അല്ലെ. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം കേട്ട് കഴിയുമ്പോൾ നാളെ മുതൽ ഞാൻ എൻ്റെ ഈ കാണിക്കുന്ന മിസ്റ്റേക്കുകൾ എല്ലാം തിരുത്തി കുട്ടിയോട് നല്ല രീതിയിൽ പോകുമെന്ന് നമ്മൾ പലപ്പോഴും കരുതിയാൽ ഒരുമിച്ച് നമുക്കത് പോസിബിൾ അല്ല. അവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, എൻ്റെ ഭാഗത്തു നിന്ന് എൻ്റെ കുട്ടിയോട് ഏത് ഏരിയയിലാണ് ഏറ്റവും അധികം ഞാൻ ആ കുട്ടിയോട് പെരുമാറുന്നതിലുള്ള മിസ്റ്റേക്ക് വരുന്നത്. ചിലപ്പോൾ അത് കമ്പാരിസൺ ആവാം, അല്ലെങ്കിൽ ഒരുപാട് പ്രൊട്ടക്ട് ചെയ്യുന്ന വളർത്തുന്നതാവാം, അല്ലെങ്കിൽ ആംഗ്രി ഡിസിപ്ലിൻ ആവാം. ഇതിൽ ഏതാണ് ഓരോ പേരൻസിനും ഓരോന്നായിരിക്കും. അപ്പൊ നമ്മുടെ ഏതാണ് ഏരിയ എന്ന് നമ്മൾ കണ്ടുപിടിച്ച് അത് നമുക്ക് തിരുത്താനായിട്ട് ശ്രമിക്കുക. ചെറിയ ചെറിയ മാറ്റങ്ങൾ മതി, നമുക്ക് പതിയെ പതിയെ അത് വലിയ ഒരു ചേഞ്ചിലേക്ക് എത്തിക്കാനായിട്ട് അത് സാധിക്കും. എപ്പോഴും ഓർക്കുക, പെർഫെക്റ്റ് പേരന്റിങ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്കല്ല നമ്മൾ പോകേണ്ടത്. പ്രസന്റ് പേരന്റിങ് അല്ലെ മൈൻഡ്ഫുൾ പേരന്റിങ്. ഇപ്പോ അല്ലെങ്കിൽ എൻ്റെ കുട്ടി ഓരോ സിറ്റുവേഷനിലും ഞാൻ ആ കുട്ടിയെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ നല്ല പേരൻസ് ആയിട്ട് നല്ല ഒരു ജനറേഷനെ വാർത്തെടുക്കാൻ നമുക്കൊക്കെ സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഫീഡ്ബാക്കുകൾ പറയാനുള്ള ടൈമാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സജഷൻസ്, ഒപ്പീനിയൻസ് ഒക്കെ പറയാനായിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യുക. താങ്ക് യു.
ഒരു സംശയമാണ്, അല്ലെങ്കിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ? ഇപ്പോ ചോദിച്ചോളൂ നമ്മൾ പറഞ്ഞില്ലേ, മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് ഇപ്പോ ഒരുമാതിരി എല്ലാ കൗൺസിലേഴ്സ് ആയാലും അല്ലെങ്കിൽ സ്കൂൾസിൽ ചെന്നാലും മെയിൻ നമ്മൾ കേൾക്കുന്നത് ഒരു കമ്പാരിസൺ ചെയ്യുന്നതാണ് കുട്ടികളെ ഏറ്റവും കൂടുതൽ ഹേർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചോയ്സ് ആണ് കൊടുക്കുന്നത്. എന്തുകൊണ്ട് ഈ കമ്പാരിസൺ എന്നുള്ള ഒരു പോസിറ്റീവ് സൈഡിലേക്ക് കുട്ടികൾക്ക് മാറ്റി കൊടുത്തുകൂടാ? മീൻസ് നമ്മൾ ഒരാളെ കമ്പയർ ചെയ്യുമ്പോഴാണ് നമ്മുടെ ക്യാരക്ടറിൽ എന്തൊക്കെ വേണ്ട അല്ലെങ്കിൽ എന്തൊക്കെ വേണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. ആ അത് സമയത്ത് കമ്പാരിസൺ ഇസ് എ പോസിറ്റീവ് മോഡാണ്. അപ്പൊ നമ്മുടെ കുട്ടികൾ നമ്മൾ ഒരു എന്താ പറയാ, ഒരു പണിഷ്മെന്റ് അല്ലെങ്കിൽ ഒരു എന്താ പറയാ, അവരെ കുറ്റപ്പെടുത്തുന്നത് പോലെ കമ്പയർ ചെയ്യാതെ ഈവൻ അതൊരു നല്ലൊരു മോഡലിലേക്ക്, ഒരു പോസിറ്റീവ് മോഡലിലേക്ക് മാറ്റി കൊടുത്തൂടെ? ഇപ്പൊ എന്ന് വെച്ചാൽ എല്ലാവരും ഞാൻ കഴിക്കുന്ന ഒരു മെയിൻ കംപ്ലൈന്റ് ഈ കമ്പാരിസൺ കുട്ടികളെ മോശമാക്കുന്ന, ഇപ്പൊ റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് സ്ഥലത്ത് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഞാനും എന്റെ മോളുടെ സ്കൂളിൽ ചെന്നപ്പോ ഇതേപോലത്തെ വാക്കുകൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ അവരോടും ചോദിച്ചൊരു ചോദ്യമാണത്. കമ്പയർ ചെയ്യുക, ഒരു കുട്ടിയെ ഒരാൾ താരതമ്യം ചെയ്ത് കുറ്റപ്പെടുത്താതെ അത് ഒരു പോസിറ്റീവ് സൈഡിലേക്ക് അവർക്ക് മാറ്റി കൊടുത്തൂടെ? അങ്ങനെ ഒരു ചോയ്സ് ഇല്ലേ? അങ്ങനെ ഒരു ചോയ്സ് എന്ന് പറഞ്ഞാല് നമ്മൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം, നമ്മുടെ കുട്ടികൾ എന്ന് പറയുന്നത് അവർക്ക് അവരുടെ ഒരു കുറെ ഏരിയകൾ കാണും അല്ലെ. ഇപ്പൊ അക്കാഡമിക്കലി നമ്മുടെ കുട്ടിക്ക് ചിലപ്പോൾ കഴിവ് കുറവായിരിക്കാം, ആ ഒരു സിറ്റുവേഷൻ, പക്ഷെ വേറെ എന്തെങ്കിലും ഒരു ടാലന്റ് കാണും. അപ്പൊ അക്കാഡമിക്കലി മാർക്ക് സ്കൂളിലെ കുറവുള്ള നമ്മുടെ കുട്ടിയെ നമ്മൾ പോസിറ്റീവ്ലി ആണെങ്കിലും വേറെ ഒരു കുട്ടിയോട് താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മൾ എത്ര നമ്മുടെ ഇന്റൻഷൻ പോസിറ്റീവ് ആണെന്ന് പറഞ്ഞാലും നമ്മുടെ കുട്ടികൾ അത് നമ്മൾ പറയുന്ന രീതിയിൽ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല അല്ലെ. ഈ കമ്പാരിസൺ നടത്താതെ നമുക്ക് തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കി, നമ്മൾ കുട്ടികളുടെ കാര്യം വിട്ടിട്ട് നമ്മളോട് തന്നെ ഒരാള് നമ്മുടെ അതേ കാറ്റഗറിയില്, നമ്മൾ ഓഫീസിൽ ജോലി ചെയ്യുകയാണ്, നമ്മുടെ ഓഫീസിലുള്ള മറ്റേ ആള് നന്നായിട്ട് വർക്ക് ചെയ്യുന്നു എന്ന് നമ്മളുടെ അവിടെ മാനേജർ അല്ലെങ്കിൽ അവിടുത്തെ ആള് പറയുകയാണ്, നിങ്ങൾ അവര് ചെയ്യുന്ന കണ്ടില്ല അതുപോലെ നിങ്ങൾ ചെയ്യണം എന്ന് പറയും. ഒരു ദിവസം നമ്മൾ കേൾക്കും, 2 ദിവസം ഇത് റിപ്പീറ്റ് ആവുമ്പോൾ നമുക്ക് എത്ര പോസിറ്റീവ് ഇന്റൻഷനോടെയാണ് ആ വ്യക്തി പറയുന്നതെങ്കിലും നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പാടാണല്ലേ. കാരണം കമ്പാരിസൺ എപ്പോഴും മേ ബി അത് പോസിറ്റീവ് ഇന്റൻഷൻ നമുക്ക് കാണും, പക്ഷെ നമ്മുടെ കുട്ടിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പാടാണ്. നമുക്കാണെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് വേറൊരാളെ കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് പൊതുവില്. അത് നമ്മൾ ആ ഒരു ഇതിൽ മനസ്സിലാക്കിയാൽ മാത്രമേ, പകരം നമുക്ക് അവരുടെ പ്രോഗ്രസ് ഇത് ചെയ്യാമല്ലോ, കുറച്ചുകൂടെ ശ്രമിക്കുക എന്ന് പറയുക, എന്ന് നമുക്ക് അത് ചെയ്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതല്ലേ. ആ ഒരു പാറ്റേൺ അല്ലേ നല്ലത് പൊതുവിൽ. അല്ല, അതിപ്പോ നമ്മൾ ഒരാൾ മാത്രമല്ലല്ലോ, നമുക്ക് നമ്മളെ മാത്രമേ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. സമൂഹത്തിലെ ബാക്കി ഒരാളെ പോലും നിയന്ത്രിക്കാനുള്ള റൈറ്റ്സ് നമുക്കില്ല, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് സംഭവിക്കാത്ത കാര്യമാണ്. അപ്പൊ നമ്മൾ ഒരു പാരന്റ് മാത്രം കുട്ടിയോട് കമ്പാരിസൺ ചെയ്തില്ലെന്ന് വെച്ച് സ്കൂൾസിലായാലും എവിടെയായാലും കുട്ടി നേരിടുന്ന ഒരു പ്രശ്നമാണ് കമ്പാരിസൺ. അപ്പൊ എന്തുകൊണ്ട് നമ്മുടെ കുട്ടിയെ നമ്മൾ ആ ഒരു കമ്പാരിസണിലേക്ക് അവയർനെസ് കൊടുത്തൂടെ? കമ്പാരിസൺ ഈസ് എ പോസിറ്റീവ് തിങ് ആയിട്ട് അവർക്ക് എന്തുകൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തൂടെ? അവർക്ക് എന്തുകൊണ്ട് മനസ്സിലാക്കി കൊടുത്തുകൂടാ? നമുക്കത് മാം, അതിനകത്ത് ഒരു ചെറിയ അഭിപ്രായം പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, ഒരിക്കലും 2 ഇൻഡിവിജ്വൽസ് സെയിം അല്ല. ഒരിക്കലും ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഭയങ്കരമാണ്. നിങ്ങൾ വേറൊരാളുമായിട്ട് നമ്മുടെ കുട്ടിയെ കമ്പയർ ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്ക് പറ്റുന്ന കാര്യങ്ങൾ നമ്മുടെ കുട്ടിക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല ഉറപ്പായിട്ടും. അപ്പോ അതൊരു പോസിറ്റീവായിട്ട് എത്ര നമ്മൾ ശ്രമിച്ചാലും എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു കമ്പാരിസണിലേക്ക് പോകാതിരിക്കുന്നത് തന്നെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ലത്. വാല്യൂസും സ്വഭാവങ്ങളും ബിഹേവിയർ ഒക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം, പക്ഷെ അങ്ങനെ ഒരാളെ ചൂണ്ടിയോ ബാക്കിയുള്ളവരെ ചൂണ്ടിയോ നമ്മൾ പറയാതിരിക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. വ്യക്തികളെ കമ്പയർ ചെയ്യുന്നതിന് പകരം യു ക്യാൻ ബി ദ ബെസ്റ്റ് വേർഷൻ അല്ലെങ്കിൽ ദ ബെറ്റർ വേർഷൻ ഓഫ് യോഴ്സ്. ഇപ്പൊ നിനക്ക് 5 പറ്റുന്നതെങ്കിൽ നിനക്ക് 7 പറ്റുമെന്നും 7 എത്തിച്ചു കഴിയുമ്പോൾ നിനക്ക് 9 പറ്റുമെന്നുള്ള പ്രോഗ്രസ്സിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. റാദർ ദാൻ നമ്മൾ എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും മറ്റൊരു വ്യക്തി ആയിട്ട് ഒരു പേരെടുത്തൊരു വ്യക്തിയെ കമ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അത് നമ്മൾ നിരന്തരമായിട്ട് കണ്ടുവരുന്നതാണ്. പിന്നെ റാണി മാം പറഞ്ഞ പോലെ നമുക്ക് ആ കൾച്ചർ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാം, ബട്ട് ഇറ്റ് ഇസ് എ സ്ലോ പ്രോസസ്. അത് ഓരോരുത്തരും നമ്മൾ ഈ പറഞ്ഞ മാതിരി സമൂഹം മൊത്തം ആ ഒരു ട്രാക്കിലേക്ക് കൊണ്ടുവരുന്നത് എളുപ്പമല്ല. അതേസമയം നമ്മളെങ്കിലും നമ്മുടെ മക്കളെ, പലപ്പോഴും കുട്ടികൾ പറയുന്ന കേട്ടിട്ടുണ്ട്, അവരെന്നെ പറഞ്ഞോട്ടെ ഇവരെന്നെ പറഞ്ഞോട്ടെ, പക്ഷെ അച്ഛൻ എന്നെ അങ്ങനെ പറഞ്ഞത് സഹിച്ചില്ല എന്നാണ് പലപ്പോഴും കുട്ടികൾ പറയാറ്. അപ്പൊ കുട്ടികൾ എക്സ്പെക്ട് ചെയ്യുന്ന ദ മിനിമം ദാറ്റ് ചിൽഡ്രൻ എക്സ്പെക്ട് ദാറ്റ് മറ്റുള്ളവരെന്നെ കമ്പയർ ചെയ്താലും
എന്റെ എന്ന് ഞാൻ വിശ്വസിക്കുന്ന വ്യക്തികൾ എന്നെ കമ്പയർ ചെയ്യാതിരിക്കുക എന്നുള്ളത്. അപ്പൊ ആ ടേമിനാണ് പ്രോബ്ലം റാണി മാം. മറ്റൊരാളായിട്ട് കമ്പാരിസൺ എന്ന് പറയുന്ന ആ വാക്കിനാണ് പ്രശ്നം. അതേസമയം ആ കുട്ടിയെ പോലെ നിനക്ക് ചെയ്തുകൂടെ, അല്ലെങ്കിൽ നിനക്ക് അതൊന്ന് ശ്രമിച്ചു നോക്കുക എന്ന് പറഞ്ഞാൽ ഓക്കെ, വെറുതെ ഒന്ന് ശ്രമിച്ചു നോക്കുന്നു. പക്ഷെ ഇന്നത്തെ കാലത്തെ കുട്ടികൾ എന്താ പറയാന്നറിയോ, അവർക്കത് പറ്റും, എനിക്കത് പറ്റില്ല. അവൾക്കത് ഇഷ്ടമാണ് അമ്മേ, അവൾ ഡാൻസ് കളിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് കറാട്ടയാണ് ഇഷ്ടം. കുട്ടികൾ അങ്ങനെ ചോയ്സ് പറയാൻ പ്രാപ്തരാണ് ഒരു പരിധി വരെ. ഓക്കെ, യെസ്, മാം പറഞ്ഞത് ശരിയാണ്. ഞാൻ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, കുട്ടികൾക്ക് അറിയാം അവരിപ്പോ ഒരുപാട് നമ്മൾ പറയുന്ന പോലെ നമ്മളുടെ കാലത്തിലല്ല കുട്ടികൾ ജീവിക്കുന്നത്. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാനും നമ്മളെക്കാൾ കൂടുതൽ ഫോർവേഡ് ആയിട്ട് ചിന്തിക്കാനും അവർക്ക് കഴിവുണ്ട്. അപ്പൊ എന്തുകൊണ്ട് ഇനിയെങ്കിലും സമൂഹത്തില് നമുക്ക് ആ ഒരു വേർഡ് എടുത്തു കളഞ്ഞിട്ട് ആ കമ്പാരിസൺ എന്നുള്ള ആ സ്ട്രാറ്റജി അതിങ്ങനെ കുത്തി പിള്ളേരുടെ ഉള്ളിലേക്കും പാരന്റ്സിന്റെ ഉള്ളിലേക്കും ടീച്ചേഴ്സിന്റെ ഉള്ളിലേക്കും ഇങ്ങനെ കുത്തി കയറ്റിക്കൊണ്ടിരിക്കുക. അത് എന്തുകൊണ്ട് മാറ്റിക്കൂടാ? നിങ്ങൾക്ക് കൗൺസിലേഴ്സ് അല്ലേ? ഞാനും ഇത് ഫേസ് ചെയ്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ എന്റെ മോളെ പഠിപ്പിച്ചത് അങ്ങനെയാണ്. ഭാവേ, നീ എടുക്ക നിന്റെ ഈ കമ്പാരിസൺ, നിന്നെ ആരോട് കമ്പയർ ചെയ്യുന്നോ ബെറ്റർ ചോയ്സ് ആയിട്ട് നീ എടുക്കുക. ഓക്കെ, എന്തുകൊണ്ട് അവളെ നിന്നോട് കമ്പയർ ചെയ്യാനുള്ള കാരണം എന്താണ്, അത് നീ മനസ്സിലാക്ക്. എന്നിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുക. അങ്ങനെ ഒരു ഇപ്പൊ പറഞ്ഞാല് പാരന്റ്സിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല. ബാക്കിയുള്ള ഒരാള് കമ്പയർ ചെയ്യുന്നത് നമുക്ക് നിർത്താനും പറ്റില്ല. സ്കൂളിൽ തന്നെ ടീച്ചേഴ്സ് കമ്പയർ ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. പാരന്റ്സ് മാത്രമല്ല, ബാക്കി എല്ലാവരും. കമ്പാരിസൺ ഉണ്ട്. മൊത്തത്തിലാണ് ആ ഒരു കമ്പാരിസൺ എന്ന് പറയുന്ന സിസ്റ്റം പാടില്ല എന്ന് പറയുന്നത്. സിനിമ കമ്പാരിസൺ ആരും ചെയ്യാൻ പാടില്ല. ഗ്രാൻഡ് പാരന്റ്സ് ചെയ്യുന്നില്ലേ, പാരന്റ്സ് ചെയ്യുന്നില്ലേ? അതന്നെ ചോദിച്ചത്. അപ്പൊ അതൊരു നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ പാരന്റ്സ് അങ്ങനെ ഒരു മെസ്സേജ് കൊടുത്തൂടെ എന്നാണ് ഞാൻ ചോദിച്ചുള്ളൂ. അങ്ങനെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് പാസ് ചെയ്തുകൂടെ? എവറിത്തിങ് വി ക്യാൻ ട്രൈ റാണി മാം. അത് എത്രത്തോളം ചേഞ്ച് ഉണ്ടാക്കും എന്നുള്ളത് നമുക്ക് ഭാവി, നമ്മൾ പറയില്ലേ, ഒരു തലമുറയെ മാറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുളയുന്നേ വരുന്ന കുഞ്ഞിലേ വരുന്ന ഒരു സിസ്റ്റത്തിനെ മാറ്റി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ തലമുറ മാറില്ല. ഒരു 3 or 4 കഴിഞ്ഞ് വരുന്ന ആ ഒരു തലമുറ വിൽ ബി ഡിഫറെന്റ്. റാണിമാം പറഞ്ഞത് കുറച്ച് അപകടകരമായ കാര്യമാണ്. സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ, സൂക്ഷിച്ച് ചെയ്താൽ നല്ലതാണ്, കുഴപ്പമില്ല. വളരെ കെയർഫുൾ ആയിട്ട് ചെയ്താൽ നമുക്ക് നമ്മളുടെ കുട്ടികൾക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ഭാവി, നമ്മുടെ പുതിയ തലമുറയ്ക്ക് വേണ്ടി അല്ലാതെ വേറെ ആർക്ക് വേണ്ടിയിട്ടാണ് റിസ്ക് എടുക്കാൻ പറ്റുക? ഞാൻ 22 സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഈ തലമുറയ്ക്ക് ഒരു പക്ഷെ അതിന്റെ ബെനിഫിറ്റ് ഫുൾ കിട്ടിയെന്ന് വരില്ല. അവരുടെ മക്കളെ വളർത്തുമ്പോൾ കുറെ കൊടുക്കും, അവരുടെ മക്കളെ കൊടുക്കും. അങ്ങനെ 2 or 3 തലമുറ കഴിയുമ്പോൾ ഈ കമ്പാരിസൺ എന്നുള്ള ടേം റീപ്ലേസ്ഡ് ആയി ആ ഒരു സിസ്റ്റം തന്നെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. വേറെ ആർക്കെങ്കിലും ആഡ് ഓൺ ചെയ്യാനുണ്ടോ അതിലേക്ക്? നമുക്ക് സമയപരിമിതി ഉണ്ട്, അതുകൊണ്ടാണ്. റാണിമാം പറഞ്ഞത് എന്തെന്ന് വെച്ചാല് മറ്റുള്ളവരുടെ നല്ലത് കണ്ട് പഠിക്കാനുള്ളൊരു അവസരമാണ്. ആ തരത്തിൽ അതിനെ നമുക്ക് പോസിറ്റീവായിട്ട് കാണാം. അപ്പൊ നല്ല കാര്യങ്ങൾ കണ്ടാൽ അതുപോലെ ആകാമോ എന്നൊക്കെ ചോദിക്കുന്നതിന് തെറ്റൊന്നുമില്ല. ഒരു അനവസരത്തിലും അല്ലാതെയും ഉള്ള ഒരു കമ്പാരിസൺ അങ്ങ് ഒഴിവാക്കുക, അത് ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ കമ്പയർ ചെയ്യാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ പറയില്ലേ, ഇഞ്ചക്ഷൻ കുത്തുമ്പോ കുട്ടി അറിയാതെ കുത്തണം എന്ന് പറഞ്ഞ മാതിരി കുട്ടിക്ക് കമ്പാരിസൺ ആണ് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ കമ്പാരിസൺ ആണ് ചെയ്യുന്നതെന്നുള്ളത് ഒരിക്കലും ഫീൽ ചെയ്യാത്ത വിധത്തിൽ അതാണ് ശൈല മാം പറഞ്ഞ അപകടം നിൽക്കുന്നത്, അല്ലെ? വർഷം മുമ്പ് അല്ല, എന്റെ മോൾക്ക് ഇപ്പൊ 23 വയസ്സ് കഴിഞ്ഞ്. 20 വർഷം മുമ്പ് ഒരു എക്സാമും ഒന്നുമില്ലാതെ 10ാം ക്ലാസ് വരെ ഒരു എക്സാം പോലും അറ്റൻഡ് ചെയ്യാതെ ഉള്ള ഒരു സ്കൂളിൽ കൊണ്ടുപോയി ആക്കി എന്റെ മോളെ ഞാൻ. അതേപോലെ ആ ഒരു കോൺഫിഡൻസ് എനിക്ക് ശരിക്കും ഉണ്ട്. ചെയ്യാൻ പറ്റും, നമുക്കെങ്കിലും ചെയ്യാം. ആ ഒരു കോൺഫിഡൻസ് എല്ലാവരും എടുത്താൽ നമുക്ക് അടുത്ത തലമുറ ആയിക്കോട്ടെ. ഇന്ന് എന്റെ മോളിപ്പോ ഡിഗ്രിക്ക് പഠിക്കുവാണ്. ഇതേപോലെ ഒരു ക്ലാസ് പോലും ഞാൻ അവിടെ, ഒരു ദിവസം പോലും ഞാൻ അവിടെ ഇരുത്തി പഠിപ്പിച്ചിട്ടില്ല. ഇതൊക്കെ എന്റെ പാരന്റ്സിന്റെ കുറവാണോന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അവള് നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആണ്, അവൾ നല്ലൊരു മനുഷ്യനാണ്. അതിലെനിക്ക് ഭയങ്കര പ്രൗഡാണ്. അപ്പോ എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാ? നമ്മളല്ലെങ്കിൽ പിന്നെ ആരാ ചെയ്യുക ഇതൊക്കെ? ഡെഫിനറ്റ്ലി, അതാണ് നേരത്തെ ഞാൻ പറഞ്ഞ മാം, നമുക്കൊരു ചേഞ്ച് ആവാൻ പറ്റുമെങ്കിൽ, തുടക്കം കുറിക്കാൻ പറ്റുമെങ്കിൽ അതിൽ നിന്ന് നമുക്ക് അതുപോലത്തെ ഒരു തലമുറ വാർത്തെടുക്കാൻ പറ്റും. പക്ഷെ ആസ് യു സെറ്റ്, ഒരുപാട് പേരിലേക്ക് ഇതിന്റെ ഒരു ഇമ്പാക്ട് ഉണ്ടാവുകയും ഒരുപാട് പേര് ഇതിന് തയ്യാറായി മുന്നിലേക്ക് വരണം എന്നുള്ളത്.
Thank you very much, Simi ma'am. Your class, excellent class. പോയിന്റ് നോട്ട് ചെയ്ത പോയിന്റ് ഒക്കെ വളരെ നന്നായിരുന്നു. ഓരോ കാര്യത്തിനും നമുക്ക് വ്യക്തമായ മറുപടി ഉണ്ടായിരുന്നു. വെൽ ഡൺ. Thank you very much. Thank you, ma'am. Good evening, Simi ma'am. ആരെങ്കിലും add on? Good evening, Abhiram sir. Good evening. മാം നല്ലൊരു സെക്ഷൻ ആയിരുന്നു. ഇതില് മിക്ക കാര്യങ്ങളും എനിക്ക് എന്റെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കാരണം എന്റെ ലൈഫിൽ നടന്ന കാര്യങ്ങളാണ് കുറെയൊക്കെ. അപ്പോൾ നല്ലൊരു സെക്ഷൻ ആയിരുന്നു. ഇതിലൊരു കാര്യം ചോദിക്കാനുള്ളത്, നമുക്ക് കമ്മ്യൂണിക്കേഷനിൽ വരുമ്പോഴേ, ഇപ്പൊ നമ്മൾ കൊച്ചില് എനിക്കൊക്കെ പറ്റിയിട്ടുള്ളതാണ്. അപ്പം മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ നമ്മളെ പാരന്റ്സ് കണ്ടിട്ട് വീട്ടിൽ വന്നിട്ട് നമ്മളെ വഴക്ക് പറയും. ഇന്ന് സംസാരിച്ചത് ശരിയായില്ല, ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ഒരു 3-4 തവണ ആയിക്കഴിയുമ്പോൾ പിന്നെ നമുക്ക് തന്നെ ഡൗട്ടായിരിക്കും. നമ്മൾ ആദ്യം സംസാരിക്കാൻ പോകുമ്പോൾ ഇത് സംസാരിച്ചത് ശരിയാവുമോ, ഇങ്ങനെ ചോദിക്കാൻ പറ്റും. അപ്പം എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പൊ ഇല്ല, മുമ്പ് ഒരു പരിധി വരെ ഉണ്ടായിരുന്നു. കാരണം കൊച്ചില് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വീട്ടിൽ വന്ന് പരാതി പറഞ്ഞ ശേഷം ഞാൻ പിന്നെ പേടിച്ചത് സംസാരിക്കാൻ. അവിടെ സംസാരിക്കാൻ പോകുമ്പോൾ ഫസ്റ്റ് മനസ്സിലേക്ക് വരുന്ന ഇതാ, ഞാൻ ചോദിക്കാൻ പോകുന്ന കാര്യം ശരിയാണോ, അടുത്ത അച്ഛനും അമ്മയും നിപ്പുണ്ടെങ്കിൽ പിന്നെ പോയി, എനിക്ക് ചോദിക്കാനേ തോന്നത്തില്ല. അപ്പൊ അത് ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു പ്രോബ്ലം ആയിട്ട് വരത്തില്ല ഇപ്പം ആ ഒരു കേസിൽ? യെസ്, അങ്ങനെയും വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇവിടെ ഇപ്പൊ അഭിരാം സാറ് പറഞ്ഞ കാര്യത്തിലാണെങ്കിലും വീട്ടിൽ വന്ന് നീ സംസാരിച്ചത് പ്രശ്നമാണ്, അല്ലെങ്കിൽ ഇനി അങ്ങനെയാണോ സംസാരിക്കുന്നതെന്ന് ചോദിക്കുന്നതിന് പകരം ഇന്ന കാര്യം നീ പറഞ്ഞത് ശരിയായില്ല, അല്ലെ അങ്ങനെയല്ല, എവിടാണ് തിരുത്തു വേണ്ടതെന്നാണ് പേരൻസ് പറഞ്ഞു കൊടുക്കേണ്ടത്. അതിന് പകരം കംപ്ലീറ്റ് നീ സംസാരിക്കുന്നതേ തെറ്റാണെന്ന് പറയുമ്പോഴാണ് സാറ് പറഞ്ഞതുപോലെ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ, മുമ്പോട്ടൊക്കെ ആയാലും സംസാരിക്കാൻ കുട്ടികൾക്ക് ഒരു വിമുഖത, അല്ലെങ്കിൽ വലുതായി കഴിഞ്ഞാലും അങ്ങനെ ഒരു ഞാൻ പറയുന്നത് ശരിയാണോ അല്ലെങ്കിൽ തെറ്റാണോ എന്നുള്ള ഒരു ഇത്. ഇപ്പൊ ഞാനൊക്കെ ആണെങ്കിലും എന്റെ കുട്ടികളാണ് മിസ്റ്റേക്ക് വരും, പൊതുവായിട്ട് സംസാരിക്കുമ്പോൾ ഇത് വരും. അപ്പം ഇന്ന ഏരിയ നമ്മളത് പൊതുവായിട്ടല്ല, വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടായാലും സംസാരിച്ചതിനെ കുറിച്ച് പറയുമ്പോൾ, അല്ല അന്നത്തെ ഒരു ഇത് പറയുമ്പോൾ, ഇന്ന സ്ഥലത്ത് നീ അങ്ങനെ ഇനി മുതൽ അങ്ങനെ സംസാരിക്കരുത്, അല്ലെങ്കിൽ മുതിർന്നവരോട് സംസാരിക്കുമ്പോൾ കുറച്ചുകൂടെയൊക്കെ ഒരു റെസ്പെക്ട്, അല്ലെങ്കിൽ കാരണം കുട്ടികൾക്ക് എല്ലാം അറിഞ്ഞിട്ടല്ല അവർ സംസാരിക്കുന്നത്, അവര് അവരുടേതായിട്ടുള്ള ഒരു ലാംഗ്വേജിൽ അവർക്ക് തോന്നുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ എവിടെയാണോ ഇതെന്ന് പറയുന്നത്, അതാണ് പറയുന്നത് പേരന്റിങ് എന്ന് പറയുന്നത് യൂഷ്വലി നമ്മൾ പറയുന്ന ഒരു ആർട്ടാണെന്നാണ്, അല്ലെ? അവിടെ ക്ഷമയാണ്. അത് ഏത് കാര്യത്തിനും, കുട്ടികളുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യത്തിനും നമുക്ക് വേണ്ട ഒരു കാര്യമാണ് ക്ഷമ. അത് കമ്മ്യൂണിക്കേഷനിലാണെങ്കിലും മിസ്റ്റേക്ക് എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അന്നേരം അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്നോ, അടുത്ത തവണ സംസാരിക്കുമ്പോൾ ആ ഒരു മിസ്റ്റേക്ക് കുട്ടികൾ പരമാവധി ഒഴിവാക്കും. അയ്യോ എന്നോട് പറഞ്ഞതാണ് അങ്ങനെ, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ, അല്ലെ ഒരാളെ പേര് വിളിച്ചു, നമ്മളെക്കാട്ടി മുതിർന്ന, അങ്ങനെയല്ല പറയേണ്ടത് എന്നുള്ള ഒരു ബോധം പിന്നീട് സംസാരിക്കുമ്പോൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള തെറ്റുകൾ പരമാവധി കുറയ്ക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അതിന് പകരമായിട്ട് പറഞ്ഞു കൊടുക്കുക മിസ്റ്റേക്ക് എങ്ങനെ സംസാരിക്കണം എന്ന രീതിയിൽ. അതാണ് കംപ്ലീറ്റ് നമുക്ക് അവരുടെ ഒരു ഇതും നിയന്ത്രിക്കാൻ പറ്റില്ല, അല്ലെ? അങ്ങനെ ആയി കഴിയുമ്പോൾ കുട്ടികൾക്ക് പറയുമ്പോൾ ഇത് പറ്റില്ല. പക്ഷെ എവിടാണോ മിസ്റ്റേക്ക് അവിടെ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളത്. ഓക്കെ. താങ്ക് യു മാം, താങ്ക് യു. മനസ്സിലായി. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇനി ആർക്കെങ്കിലുമൊക്കെ ഫീഡ്ബാക്ക് തരാനുണ്ടെങ്കിൽ നമ്മുടെ വിൻബിൾ ട്രെയിനിങ്, അപ്പം ഇന്നത്തെ സെഷൻ എടുത്ത് സിമിയും അതുപോലെ അതിന് മനോഹരമായ ഒരു ഇൻട്രോ പറഞ്ഞ റാണി മാമിനും താങ്ക് യു സോ മച്ച്. ഒരുപാട് പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് അല്ലേ കുട്ടികൾ എന്ന് പറയുന്നത്. അടുത്ത തലമുറയെ എങ്ങനെ വാർത്തെടുക്കണം, അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ എത്രയൊക്കെ പഠിച്ചാലും നമ്മൾ ഒരു കുറേ ഭാഗത്തൊക്കെ നമ്മൾ മാം പറഞ്ഞത് മാറ്റി നമ്മൾ വളർന്നു വന്ന ആ ഒരു രീതി ഫോളോ ചെയ്യാൻ സാധ്യതയുണ്ട്. എനിക്ക് കിട്ടിയിട്ടില്ല. ചില പാരന്റ്സ് എങ്ങനെ എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വാരിക്കോരി കൊടുക്കും. ചില പാരന്റ്സ് എനിക്ക് ഇങ്ങനെയാണ് കിട്ടിയത്, അപ്പൊ ഇത് തന്നെ എനിക്ക് തരാൻ പറ്റുള്ളൂ എന്ന് പറയും. അപ്പൊ പണ്ടത്തെ കാലത്ത് ഇത് പഠിച്ച് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നില്ല. പക്ഷെ ഒരു പരിധി വരെ ഇന്നത്തെ കാലത്ത് നമ്മൾ അതിനെക്കുറിച്ച് ബോധവാനാവണം. എങ്ങനെയാണ് ഹൗ ടു ഹാൻഡിൽ ദ ന്യൂ ജെൻ ചിൽഡ്രൻ എന്നുള്ളത് പഠിക്കുക തന്നെ വേണം. അപ്പോൾ താങ്ക് യു സോ മച്ച് സിമി മാം. നമ്മൾ ഇത്രയും നേരം ഇരുന്നത് നമ്മുടെ ട്രെയിനേഴ്സ് ടോക്കിലെ ഒരു സെഷനിലായിരുന്നു. അപ്പൊ ഇതുപോലെ മറ്റൊരു ട്രെയിനറുമായി അടുത്ത സെഷൻ ട്യൂസ്ഡേ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇതുപോലെ തന്നെ വന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്. താങ്ക് യു മാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. താങ്ക് യു മാം. താങ്ക് യു.